ഹലോ, ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 24 ഗ്രാൻഡ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആധുനിക കാലത്ത് നവമാധ്യമങ്ങളുടെ സ്വാധീനം വളരെ കൂടുതലുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ഡൽഹിയിൽ ഉണ്ടായത്. കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന പുതിയ കൂട്ടായ്മയുടെ രൂപീകരണവും മുന്നേറ്റവും ആ സാമൂഹിക പ്രസക്തിയാണ് നമ്മോട് വിളിച്ചു പറയുന്നത്. സൈബറിടത്ത് മാത്രം കണ്ട പാറ്റകളെ ഇന്ന് ആദ്യമായിട്ട് പൊതുനിരത്തിൽ കണ്ടു. പരീക്ഷാ ക്രമക്കേടുകളിൽ രാജ്യതലസ്ഥാനത്ത് CJP നടത്തിയ പ്രതിഷേധം ശ്രദ്ധ നേടിയെങ്കിലും പ്രതീക്ഷിച്ച ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കാൻ അവർ കഴിഞ്ഞില്ല. തെരുവിലിറങ്ങാൻ താല്പര്യമില്ലാത്ത സൈബറിടങ്ങളിൽ മാത്രം ശബ്ദമുയർത്തുന്ന പുതിയ തലമുറയുടെ കൂട്ടമാണ് CJP എന്ന വിലയിരുത്തലും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. എന്താണ് ഇനി CJPയുടെ തുടർ നീക്കങ്ങൾ? എന്തായാലും ആകാംക്ഷ നിറഞ്ഞൊരു ചോദ്യമാണത്. 24 ഗ്രാൻഡ് ഡിബേറ്റ് വിശദമായി ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, എല്ലാ ആഴ്ചകളിലും ശനിയും ഞായറും 2 ദിവസമാണ് 24 ഗ്രാൻഡ് ഡിബേറ്റ് സംപ്രേഷണം ചെയ്യുന്നത്. വൈകുന്നേരം അഥവാ രാത്രി 7 മണി മുതൽ 9 മണി വരെ 2 മണിക്കൂർ ദൈർഘ്യത്തിലാണ് ഈ പരിപാടി. എന്നോടൊപ്പം പങ്കെടുക്കുന്നു ഹാഷ്മി താജ് ഇബ്രാഹിം, തനേഷ് തമ്പി, സുഹൈൽ മുഹമ്മദ്, KR ഗോപികൃഷ്ണൻ. എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, CBSE നീറ്റ് പരീക്ഷകൾ ക്രമക്കേടുകൾ കൊണ്ടാണ് രാജ്യത്ത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം പ്രസക്തമായത്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ നേതൃത്വം കൊടുത്തു. പരീക്ഷാ ക്രമക്കേടുകളെ തുടർന്ന് ജീവനൊടുക്കിയ വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധ വേദിയിൽ ആദരവും അർപ്പിച്ചു. പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഇന്ന് രാവിലെയാണ് അമേരിക്കയിലെ ബോസ്റ്റണിൽ നിന്ന് ഡൽഹിയിലെ വിമാനമിറങ്ങിയത്. एजुकेशन मिनिस्टर कि ये कोई सोशल मीडिया ट्रेंड नहीं है, ये एक आंदोलन है जिसकी आज शुरुआत हो चुकी है और आगे वाले टाइम में ये आंदोलन और आगे बढ़ता जाएगा, बड़ा होते जाएगा. 10-20 ചെറുപ്പക്കാർ വന്നിട്ട് ഞങ്ങളുടെ അങ്ങ് ഇടിച്ച് കയറിയേക്കാണ്. നിങ്ങൾക്ക് എന്ത് ആസാദിയാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അതാണ് ആദ്യം. പിന്നെ RSSനെ എന്താണ് നിങ്ങൾ എന്തിനാണ് അവർക്കെതിരെ എന്താണ് മുദ്രാവാക്യം വിളിക്കുന്നത് വെച്ചിട്ടാണ് ആക്രമണമാണ്. ഡൽഹിയിലെ ജന്തർ മന്ദറിലാണ് ഈ പ്രതിഷേധം അരങ്ങേറിയത്. ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ജന്തർ മന്ദറിൽ എന്തായാലും അത്ര കൂടുതൽ ആൾക്കാരെ ഉണ്ടാക്കാൻ CJP കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണമായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ പലപ്പോഴും ഇത് അവഗണിക്കുന്നത് കൂടി നമ്മൾ കണ്ടു. എന്തൊക്കെയായിരുന്നു ഇന്ന് പ്രതിഷേധ വേദിയിൽ കണ്ടതെന്ന് പറയാൻ ഡൽഹിയിൽ നിന്ന് R അച്യുതൻ തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അച്യുതൻ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് ഈവനിങ്. അതായത് ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലും അതുപോലെ തന്നെ CBSE വെബ്സൈറ്റ് തകരാറ്, ഈ 2 വിഷയങ്ങളിലുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ സമൂഹ മാധ്യമങ്ങൾ വഴി ഒത്തുചേർന്ന കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ന് ആദ്യമായി തെരുവിലേക്ക് ഇറങ്ങിയത്. അത് ഡൽഹിയുടെ ജന്തർ മന്ദറിൽ, പ്രതിഷേധ വേദിയായിട്ടുള്ള ജന്തർ മന്ദറിലാണ് അവർ ഈ സംഘടിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്കായി ഇന്നൊരു ശക്തമായ പ്രതിഷേധം കാഴ്ചവെച്ചത്. രാവിലെ 8 മണിയോടുകൂടിയായിരുന്നു CJPയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദീപ്കെ ഇന്ത്യയിലേക്ക് എത്തിയത്. അതിനുശേഷം അവിടെ കുറച്ചുപേർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഒപ്പം തന്നെ ഈ പ്രതിഷേധം നടത്താനുള്ള ഒരു സമയം അത് ഡൽഹി പോലീസ് അനുവദിച്ച് നൽകുകയും ചെയ്തു. തികച്ചും സമാധാനപരമായി ആ സമരം ആഹ്വാനം ചെയ്തിരുന്നു. ആ രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു പ്രതിഷേധം ജന്തർ മന്ദറിൽ നടന്നതും. ഒടുവിൽ അഭിജിത് ദീപ്കെ ഈ ജന്തർ മന്ദറിലെ വേദിയിലേക്ക് എത്തി. തുടർന്ന് കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളായിരുന്നു. എത്ര കാലം ഈ കേന്ദ്ര സർക്കാരിനെ പേടിച്ച് കഴിയേണ്ടി വരും, അതുകൊണ്ട് ശബ്ദമുയർത്തി ഈ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കണം. അവിടെ അവർ ഉപയോഗിച്ചത് അംബേദ്കറുടെ ചിത്രങ്ങൾ. ഒപ്പം തന്നെ അഭിജിത് ദീപ്കയുടെ കയ്യിൽ, അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ഭരണഘടനാ ശില്പിയായിട്ടുള്ള BR അംബേദ്കറിന്റെ ആത്മകഥ കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം
ഈ വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുന്നത്. കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് ഏറെ സമാധാനപരമായി, ഒപ്പം തന്നെ കയ്യിൽ പൂക്കളേന്തി, അത് പോലീസുകാർക്ക് നൽകാനുള്ള പൂക്കൾ ഉൾപ്പെടെ കയ്യിൽ വച്ചുകൊണ്ടാണ് അവർ ഈ പ്രതിഷേധ വേദിയിലേക്ക് വന്നത്. ഒടുവിൽ പലയിടത്തു നിന്ന് പല പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ SFIയുടെ ഭാഗത്തു നിന്നൊരു പിന്തുണ ഈ പ്രതിഷേധത്തിന് ലഭിച്ചു. CPI നേതാവായിട്ടുള്ള ആനി രാജ സമരവേദിയിലേക്ക് വരികയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകൻ ആയിട്ടുള്ള സോനം വാങ്ചുങ്ങും ഈ സമരവേദിയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ കൃത്യമായ ഒരു പിന്തുണ ഈ സമരത്തിന് ലഭിച്ചു. എന്നിരുന്നാലും അവർ പ്രതീക്ഷിച്ച അത്ര ആളുകളെ, അല്ലെങ്കിൽ അത്രയും പേരുടെ ഒരു ആളുകളെ അവിടേക്ക് കൊണ്ടുവരാൻ, സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ, ലക്ഷക്കണക്കിന് ആളുകൾ CJPയെ പിന്തുടരുമ്പോൾ അത് ജന്തർ മന്ദിറിന്റെ വേദിയിൽ അത്രത്തോളം ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു ഘടകമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ ചില സംഭവങ്ങളും ഉണ്ടാവുകയും ചെയ്തു. ബജ്രംഗി ദളിന്റെ ഒരു പ്രതിഷേധം ഈ സമരത്തിനെതിരെ ജന്തർ മന്ദിറിൽ നടക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ ആസാദി മുദ്രാവാക്യം മുഴക്കിയതിനും RSSനെതിരായ മുദ്രാവാക്യം മുഴക്കിയതിനും ഒരു കയ്യേറ്റ ശ്രമം CPI നേതാവ് ആനി രാജയ്ക്ക് നേരെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ തികച്ചും സമാധാനപരമായി ശാന്തമായി ആ സമരം നടന്നു. അത് ഏതാണ്ട് 4 മണിയോടുകൂടി അത് പൂർത്തിയാവുകയും ചെയ്തു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉടലെടുത്ത ഒരു മൂവ്മെന്റ് ആയിരുന്നു CJP എന്നത്. അത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശത്തെ തുടർന്നായിരുന്നു ഈ ഒരു മൂവ്മെന്റ് രാജ്യത്ത് ഉടലെടുക്കുന്നത്. അത് പിന്നീട് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ അത് രാജ്യവ്യാപകമായി പ്രതിഷേധം ഉണ്ടാകും എന്നൊരു ആഹ്വാനം കൂടി ഇന്ന് ഈ സമരവേദിയിൽ ഉണ്ടാവുകയും ചെയ്തു. SKN. ഓക്കെ, താങ്ക് യു അച്യുതൻ. ആഷ്മി താജ് ഇബ്രാഹിം, താങ്കൾ രാവിലെ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഏതാണ്ട് 7:21 വിമാനം ഇറങ്ങിയ ആൾ കുറച്ചധികം സമയമെടുത്തു പുറത്തേക്ക് വരാൻ. എനിക്കൊന്ന് വലിയ പോലീസ് നേതൃത്വമൊക്കെ അകത്തോട്ട് കയറി പോകുന്നത് കാണുന്നുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ കുറച്ച് നേരം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ അവർ സംസാരിച്ച് വശത്താക്കിയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ഡൽഹി ഇവർ ഈ പാറ്റകൾ പിടിച്ച് കുലുക്കും, അപ്പോൾ പാറ്റകളിൽ ആവേശം കൊള്ളുകയായിരുന്നു. പക്ഷേ അത്ര കൂടുതൽ പാറ്റകൾക്ക് കഴിഞ്ഞില്ല. എനിക്കൊന്ന് ഈ സോഫ്റ്റ്വെയർ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന IT വിദഗ്ധന്മാർക്ക് തെരുവോരങ്ങൾ നടത്തി പ്രകടനം നടത്തി പരിചയമില്ലായ്മയാണോ, ഇനി ഇത് സംഘടിപ്പിച്ചിട്ടുള്ള പിഴവാണോ എന്നറിയില്ല. ഇവർ ഉദ്ദേശിക്കുന്ന ഒരു സ്വാധീനം, നമുക്കൊരു ജഡ്ജ്മെന്റ് എടുക്കാൻ സമയമാവുന്നില്ല എന്നാൽ പോലും. SKN എന്തായാലും ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ അല്ല ഗ്രൗണ്ടിലെ സംഘാടനം എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് അതെപ്പോഴും അങ്ങനെയാണ് SKN. അപ്പോൾ അതിൻ്റെ പോരായ്മ അവിടെ ഉണ്ടായെന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് ഈ പാറ്റ എന്ന് പറയുന്ന ജീവി വല്ലാത്തൊരു സർവൈവൽ ശക്തിയുള്ള ജീവിയാണ്. തല പോയാൽ ഒരാഴ്ച ജീവിക്കാൻ കഴിവുള്ള ജീവിയാണ്. തല പോയാൽ ഒരാഴ്ച ജീവിക്കും. അതിന് ഭക്ഷണം കിട്ടാതെ 1 മാസം ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ്. വെള്ളത്തിനടിയിൽ ദീർഘനേരം ശ്വാസം പിടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന എക്സാക്ട്ലി അതാണ് പ്രശ്നം. നമ്മളിപ്പോ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ആണവ വികിരണം ഉണ്ടായാൽ മനുഷ്യൻ, ഞാൻ ഇന്നലെ തന്നെ ഒരു കട്ടലിനടിയിൽ പാറ്റ കണ്ടപ്പോഴേ പോകുന്നു. സത്യമായി ഇപ്പോൾ പാറ്റ കാണുമ്പോൾ ഒരു ബഹുമാനമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണവ വികിരണം ഉണ്ടായാൽ മനുഷ്യൻ താങ്ങുന്നതിനേക്കാൾ 10 മടങ്ങ് താങ്ങാൻ കഴിവുള്ള ജീവിയാണ് പാറ്റ. നമ്മൾ കൂറ എന്ന് കരുതി വെറും കൂറ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചെങ്കിലും അപ്പോൾ അതിന്റെ സർവൈവൽ അത് SKN യഥാർത്ഥത്തിൽ അതൊരു വിസ്മയജീവിയാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ പ്രചോദനം ഉൾക്കൊണ്ട് പാറ്റകളായി തെരുവിൽ നിറയാൻ അവർ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതുപോലെ അവരുടെ മാരകമായ ഒരു ഹൈപ്പ്, വലിയ ഒരു ട്രാക്ഷൻ ഇന്ന് അവിടെ ഉണ്ടായില്ല. അത് യാഥാർത്ഥ്യമാണ് എന്ന് പറയുമ്പോൾ പോലും SKN ഈ അമേരിക്കയിലെ ബോസ്റ്റണിലിരുന്ന് ഇത് ഈ പറയുന്ന ഈ CJP എന്ന് പറയുന്ന സംവിധാനം തുടങ്ങിയിട്ട് 1-2 മാസം ആവുന്നേ ഉള്ളൂ. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ മാത്രം സംഘാടനം നടത്തി അമേരിക്കയിലെ ബോസ്റ്റണിലിരുന്ന് ഏതോ ഒരാൾ പറയുന്ന ഒരു ആഹ്വാനം മുഖവിലേക്ക് എടുത്തുകൊണ്ട് 1000 ആളുകൾ അവിടെ തെരുവിൽ നിറഞ്ഞെങ്കിൽ അത് ചെറിയ കാര്യമായിട്ട് നമുക്ക് കണക്കാൻ കഴിയില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ കാര്യമായ സംഘാടനം ആരും വണ്ടിക്കൂലി കൊടുത്തിട്ടില്ല, കാര്യമായ സംഘാടനം ഉണ്ടായിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ ചട്ടക്കൂടത്തിനില്ല. എന്നിട്ട് പറഞ്ഞിട്ട് പോലും 1000-ഓളം ആളുകൾ അവിടെ ഉണ്ടായെന്ന് ചെറിയ കാര്യമല്ല. SKN എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരുപക്ഷെ ഈ പഴയകാലത്തിൻ്റെ സ്കെയിലുകൾ വെച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തെയോ അല്ലെങ്കിൽ ആ മാനദണ്ഡം വെച്ച് ഒരു പ്രതിഷേധത്തെയോ ഒരു സമരത്തെയോ അളക്കുന്നത് പുതിയ കാലത്ത് വർക്കൗട്ട് ആകുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതിന് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു 15 വർഷം മുമ്പ് വരെ ഈ പറഞ്ഞ സമൂഹത്തിൽ അകന്നു നിൽക്കുന്ന വേറൊരു പാരൽവേളിൽ നിൽക്കുന്ന എന്തോ ആണെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ നിൽക്കുന്നത് അത് സമൂഹത്തിൻ്റെ മധ്യത്തിൽ സമൂഹത്തിൻ്റെ പരിച്ഛേദമായി നിൽക്കുന്ന ഒന്നാണ്. അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങൾ, തെരുവിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ പോലെ തന്നെ ഇൻറ്റൻസായി കണക്കാക്കേണ്ട ഒരു കാലമാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതുകൊണ്ട് തെരുവിൽ ഇത്രയും പേരേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ പ്രതിഷേധങ്ങളെ അവഗണിച്ചേക്കാം. അതുകൊണ്ട് സമരം പരാജയമാണെന്ന് പറയാൻ കഴിയില്ല. തെരുവിലുള്ള സമരത്തോടൊപ്പം തന്നെ ഇൻറ്റൻസ് തന്നെയാണ് ഇക്കാലത്തെ പുതിയ കാലത്തെ സോഷ്യൽ മീഡിയയിലുള്ള ആ പ്രതിഷേധം. SKN അതുമാത്രവുമല്ല, ഇക്കാലത്തെ പുതിയ കാലത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ജനം അത്രയ്ക്ക് അങ്ങ് വോക്കലാവാറില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ഈ കഴിഞ്ഞു പോയ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ്.
ഈ വോട്ടെണ്ണലിന് തൊട്ട് മുൻപ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്, സർവേകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നുകിൽ LDF സർക്കാരിന് മൂന്നാം ഊഴം എന്നുള്ളത്, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തന്നെ ഒരു 2-3 സീറ്റിന്റെ ഒരു വിജയം എന്നുള്ളതാണ് ഈ സർവേകൾ പറഞ്ഞത്. എന്താണ് ഈ പറഞ്ഞ ജനങ്ങളുമായി കാര്യമായി ബന്ധമില്ലാത്ത അക്കാദമിക് ജേർണലിസ്റ്റ് അടക്കം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. അതിന് കാരണം എന്താണ്? ജനം വോക്കലല്ല, സർവേകൾക്ക് അത് മനസ്സിലാവാൻ കഴിയുന്നത്. കേരളത്തിൽ മാത്രം, തമിഴ്നാട്ടിൽ നമ്മളത് കണ്ടു. അപ്പോൾ അത് കാരണം ഈ പറയുന്ന രീതിയിലുള്ള പ്രതിഷേധം വോക്കലായി തെരുവിൽ വലിയ സമരമുദ്രാവാക്യങ്ങളായി നിറഞ്ഞ് തെരുവ് നിറഞ്ഞാൽ മാത്രമേ ഒരു സമരം വിജയിച്ചു എന്ന് ഈ ഘട്ടത്തിൽ ഈ കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. ഒറ്റ കാര്യം സ്കേൻ, ഇവിടെ ആർക്കും സംശയമില്ലാത്ത കാര്യം, രാജ്യത്ത് നീറുന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന യുവാക്കൾക്കിടയിൽ അത് നീറ്റ് പരീക്ഷാ ചോർച്ച 1-2 തവണ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം CBSE പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാൻ നിൽക്കുന്നുണ്ട്. അതിനുശേഷം JEE പരീക്ഷയിൽ അടിമുടി പ്രശ്നങ്ങളെന്ന് ആരോപണം ഉയരുന്നുണ്ട്. 5 ആത്മഹത്യകൾ ഉണ്ടാകുന്നുണ്ട്, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ താഴെത്തട്ടിൽ ആ വിഭാഗം വലിയ തോതിൽ രോഷത്തിലാണ്. ആ രോഷത്തെ അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ തോൽവി എന്ന് പറഞ്ഞാൽ പോലെ മഹാപരാജയങ്ങളാണ്, വലിയ പരാജയം വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഗ്രൗണ്ടിൽ ആ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ ജന്തർ മന്ദറിൽ 1000-1500 പേരെ കൂടിയുള്ളൂ എന്ന് പറഞ്ഞാലും ആ വിയോജിപ്പ്, ആ ഡിസെന്റിന്റെ ഒരു രൂപകമായി, അതിന്റെ റെപ്രസെന്റേഷനായി മാറി ജന്തർ മന്ദറിലെ പാർട്ടികൾ എന്ന കാര്യം തർക്കമില്ല. ആ പ്രതിഷേധം കണ്ടാൽ ഈ പറയുന്ന പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും നല്ലത്. SK തുടക്കത്തിൽ പറഞ്ഞു ഇതാകെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ മാത്രം റിപ്പോർട്ട് ചെയ്ത്, എന്നാൽ മലയാള മാധ്യമം മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കേരളത്തിലായിരുന്നു കൂടുതൽ. കേരളത്തിലായിരുന്നു കൂടുതൽ. SK ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ എന്ന രീതിയിൽ സമാനമായ ഒരു മൂവ്മെന്റ് നേരത്തെ ഡൽഹിയിലുണ്ടായി. യഥാർത്ഥത്തിൽ ആ സമരത്തെ വളർത്തി വലുതാക്കിയത് അക്കാലത്തെ മാധ്യമങ്ങൾ തന്നെയാണ്. അക്കാലത്തെ മാധ്യമങ്ങൾ അന്ന് അതിനെ വളർത്തി വലുതാക്കിയവർ ഇന്ന് അതിനോട് മിണ്ടാതിരിക്കുന്നുണ്ട്. അതെന്താണ് കാരണം എന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഒരു കാര്യം ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ്, ഹിന്ദി മാധ്യമങ്ങൾ മനസ്സിലാക്കിയത് നല്ലത്. ഈ പറയുന്നവരുടെ ഓഡിയൻസ് ഈ ന്യൂസ് ചാനലല്ല, അവരുടെ മീഡിയം സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സെൻസറിങ് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ട് അതിനെ തമസ്കരിക്കുന്നതുകൊണ്ട് ഈ സമരം ഇല്ലാതാക്കാം എന്നാരും കരുതുകയും വേണ്ട. ഗോപികൃഷ്ണൻ, അതായത് ഈ നമ്മൾ പാർട്ടിയുടെ എണ്ണം കണ്ടുകൊണ്ട് ഈ പ്രതിഷേധത്തിന്റെ കരുത്ത് നമുക്ക് അളക്കാൻ കഴിയുമോ? എണ്ണത്തിൽ സത്യത്തിൽ കാര്യമില്ല എന്ന് എനിക്കും തോന്നുന്നു. കാരണം സാധാരണ നിലയിൽ നമ്മളെപ്പോലൊരു രാജ്യത്ത്, ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ കൂട്ടായ പ്രതിഷേധങ്ങളൊക്കെ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. അതിൽ ഭരണകൂടം ഭയപ്പെടുകയോ അല്ലെങ്കിൽ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടി, നമ്മൾ പറയുന്ന കൺവെൻഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുകയോ ചെയ്തിട്ടില്ലായിരുന്നു 2011 വരെ. പക്ഷേ 2011 ഇപ്പോൾ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന അഴിമതി വിരുദ്ധ സന്ദേശവുമായി അണ്ണാ ഹസാരെ ലോക്പാൽ ബില്ലിന് വേണ്ടി ഒരു സമരം ചെയ്തപ്പോൾ ഞാനും അണ്ണ എന്ന് പറഞ്ഞാണ് ലക്ഷക്കണക്കിന് ആളുകൾ അന്ന് ആ സമരവേദിയിൽ ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് പിന്നാലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉദയം കൊണ്ടത് ആം ആദ്മി പാർട്ടിയാണ്. അതായത് സാധാരണക്കാരുടെ പാർട്ടി എന്ന പേരിലാണ് ആ പാർട്ടി വന്നത്. ആ പാർട്ടിയുടെ ചിഹ്നം ചൂലാണ്. ചൂൽ എന്ന ചിഹ്നം വന്നപ്പോൾ സാധാരണ നിലയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ചിഹ്നമായിരുന്നു ചൂൽ. പക്ഷേ ചൂലിന് ഒരു ദൗത്യം നിർവഹിക്കാനുണ്ടായിരുന്നു. അത് ഇന്നാട്ടിലെ അഴിമതിയെ തുടച്ചു നീക്കും എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഇത്തവണ അത് പാറ്റകളായിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഈ പാർട്ടി യഥാർത്ഥത്തിൽ രൂപപ്പെടാൻ, അല്ലെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ ഈ കൂട്ടായ്മ രൂപപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം രാജ്യത്തെ തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അസ്ഥിരത, അതുപോലെ തന്നെ സാമൂഹിക വ്യവസ്ഥിതിയോടുള്ള ചെറുപ്പക്കാരുടെ മടുപ്പ്, അതിൽ നിന്നാണ് ഈ കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ദ വോയിസ് ഓഫ് ദ അൺഎംപ്ലോയിഡ് ആൻഡ് ദ ലേസി എന്നാണ് പറഞ്ഞത്. അതായത് തൊഴിൽ രഹിതരുടെയും മടിയന്മാരുടെയും ശബ്ദം എന്നാണ് അവർ പറയുന്നത്. അത് അവരുടെ പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യമാണ്. അതിന് കാരണം ഒരു ജഡ്ജി, ഒരു പണ്ഡിതൻ, ഒരു നിയമ പണ്ഡിതൻ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഈ കാലത്തെ ഈ നാട്ടിലെ ജനങ്ങളെ ആകെ അലോസരപ്പെടുത്തുന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ കാണുന്ന അനീതിക്കെതിരായ കൂട്ടായ്മ എന്ന നിലയിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഓഫ്ലൈൻ കൂട്ടായ്മയിൽ വേണ്ടത്ര ആളുകളുടെ ഒരു കൂട്ടം ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഉന്നയിക്കുന്ന ആവശ്യങ്ങളും അവർ പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങളും കാലഹരണപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന ഒരു സംഭവത്തിൽ, അത് നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടാകട്ടെ, അതേപോലെ CBSEയിലെ ഈ പറയുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സമ്പ്രദായത്തിലെ പോരായ്മകളാകട്ടെ, അതിൽ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം എന്നതാണ് അവരുടെ ക്യാമ്പയിൻ. ശരിയാണ്, ആളുകൾ വലിയ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഉണ്ടായില്ല. പക്ഷേ അവർ അവിടെ ഒപ്പുശേഖരണം നടത്തുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഒരുപക്ഷെ CJP കടക്കാൻ പോകുന്നത് ഒരു ദേശീയ ജനകീയ മുന്നേറ്റം എന്ന നിലയിൽ, ഒരു നാഷണൽ മൂവ്മെന്റ് എന്ന നിലയിൽ ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയാണ്. അതിന്റെ സൂചന അഭിജിത്ത് ദീപ്കെ നൽകിക്കഴിഞ്ഞു. കാരണം അഭിജിത്തിന്റെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടത് ഇത് രാജ്യം മുഴുവൻ വ്യാപിക്കാൻ പോകുന്ന ഒരു പ്രക്ഷോഭമായി വരും ദിവസങ്ങളിൽ മാറാൻ പോകുന്നു എന്നാണ്. അതുകൊണ്ട് പാർട്ടികളെ നിസ്സാരമായി കാണാൻ കഴിയില്ല, എണ്ണം നോക്കി അവരെ വിലയിരുത്താനും കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു ഗോപികൃഷ്ണൻ. തനീഷ് തമ്പി, അഭിജിത്ത് ദീപ്കെ വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും ഒക്കെ തന്നെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് തന്നെയായിരുന്നു ലക്ഷ്യമെന്ന് പറഞ്ഞു. എന്തായാലും ഡൽഹിയിൽ പാറ്റകൾ ഇറങ്ങുമ്പോൾ അതൊരു സൂചന നൽകുന്നുണ്ട്. ഇത്തരം ധാർമ്മിക ഉത്തരവാദിത്വം പേറാത്ത ആളുകൾക്കെതിരെ
സോഷ്യൽ മീഡിയ വഴിയായും അല്ലാതെയായും പ്രതിഷേധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ പ്രതിഷേധങ്ങൾ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങുന്നതും കണ്ടു. എസ്കേനത് പുതിയ കാലമാണ്, പുതിയ കാലത്തെ രാഷ്ട്രീയമാണ്, സൈബർ ഇടങ്ങളൊക്കെ സമരകേന്ദ്രങ്ങളാകുന്ന ഒരു പുതിയ സാഹചര്യമാണ്. ഇതൊന്നും അഡ്രസ്സ് ചെയ്യാൻ കേരളത്തിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുന്നതും അത് വലിയ ഒരു പ്രസ്ഥാനമായി മാറുന്നതും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ജന്തർ മന്ദറിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നില്ല എന്നുള്ളത് കൊണ്ട് ഇതൊരു ഈ ഉദ്ദേശിച്ച രീതിയിൽ ഇത് മുന്നോട്ട് പോയില്ല എന്ന് വിലയിരുത്താൻ നമുക്ക് കഴിയില്ല എന്നുള്ള പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം 1974 ബീഹാറിൽ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ജയപ്രകാശ് നാരായൺ ആഹ്വാനം ചെയ്യുകയും അതേ തുടർന്നുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ നമുക്കറിയാം. അതുവരെ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ദിരാഗാന്ധിയുടെ പതനത്തിലേക്ക് വഴിവെച്ച രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത് ആ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. അത് ഇന്ത്യ ആകെ പടരുകയും തൊഴിലാളികളും കർഷകരും ഒക്കെ അതിനോടൊപ്പം ചേരുകയും ചെയ്തു. അതിനുശേഷം പിന്നീടും ഇന്ത്യയിൽ ഇപ്പോൾ നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ അണ്ണാ ഹസാരെ നടത്തിയിട്ടുള്ള സമരം, ഒടുവിൽ നടന്നിട്ടുള്ള കർഷക സമരം, അത്തരം സമരങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സ്പാർക്കുകളിലൂടെ പിന്നീട് വലിയ പ്രക്ഷോഭങ്ങളായി മാറുകയും അത് രാജ്യത്തിൻ്റെ തലവര തന്നെ മറിക്കാവുന്ന രീതിയിൽ വികസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. ആ ഓർമ്മ ഉള്ളത് കൊണ്ടുകൂടി തന്നെയാണ് ഭരണകൂടം ഈ ഒരു കൂട്ടായ്മയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ, CJPക്കെതിരെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ തുടക്കത്തിൽ നടത്തിയത്. നമുക്കറിയാം എക്സ് അക്കൗണ്ട് നിരോധിച്ചുകൊണ്ടാണ് തുടക്കത്തിൽ ഈ കൂട്ടായ്മയെ പൊളിക്കാനുള്ള ഒരു നീക്കം നടത്തിയത്. പക്ഷേ അത് ഫലവത്തായില്ല. പിന്നീട് അവർ തന്നെ മറ്റൊരു അക്കൗണ്ടിലൂടെ രംഗത്ത് വന്നു. അതോടുകൂടി ഇതൊരു വലിയ പ്രസ്ഥാനമായി മാറുകയും ഏതാണ്ട് 20 മില്യണിലധികം ആളുകൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഏതാണ്ട് 50% പേർ 30 വയസ്സിൽ താഴെയുള്ളവരാണ് എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അവരുടെ വികാരങ്ങളോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള രാഷ്ട്രീയമോ കേൾക്കാൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നില്ല എന്നുള്ള അവരുടെ ഒരു വിമർശനാത്മകമായിട്ടുള്ള സമീപനത്തിൻ്റെ കൂടി ഭാഗമാണ് ഈ 22 മില്യൺ ആളുകൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്നിരിക്കുന്നു എന്നുള്ളത്. അവർ ഒരുപക്ഷെ നിരത്തിലേക്ക് ഇറങ്ങുന്നുണ്ടാവില്ല. നമുക്കറിയാം തൊട്ട് അടുത്തുള്ള രാജ്യമാണ് നേപ്പാൾ. അവിടെ ജൻസി പ്രക്ഷോഭം ഉണ്ടായി, ടുണീഷ്യയിൽ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായി. ഇവിടെയൊക്കെ സൈബർ ഇടങ്ങളിലൂടെയാണ്, അത് പിന്നീടാണ് വികസിച്ച് തെരുവിലേക്ക് ഇറങ്ങുകയും അങ്ങനെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ വരികയും ചെയ്തത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിട്ട് ഇവർ മുന്നോട്ട് വെച്ചത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ഒരു സമരം അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവവികാസങ്ങളുടെ തുടർച്ചയായിട്ട് അത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം അതിലൊരു ഭയപ്പാടുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മളൊക്കെ രാവിലെ മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ഈ അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ വളരെ സമാധാനപരമായ ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ഭയം ഭരണകൂടത്തിന് ഉള്ളതുകൊണ്ടാണ്. ഇത് ഒരുപക്ഷെ നാളെ വലിയ രീതിയിൽ വികസിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അനുനയത്തിൻ്റെ ഭാഷയിൽ ആണ് ഇന്ന് പോലീസ് കാര്യങ്ങൾ നീക്കിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഈ അഭിജിത്ത് ദീപ്കെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി കുറച്ച് ദിവസങ്ങൾക്കകം ഇല്ലാതായേക്കാം എന്ന് അദ്ദേഹം തന്നെ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എന്നാലും തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ നിലനിൽക്കും, അത് ഈ രാജ്യത്താകെ പടരുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുതന്നെയാണ് ഈ ഒരു കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നതും. ഇനി ഭാവിയിൽ ഈ കൂട്ടായ്മ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൊരി അത് ഈ രാജ്യത്തെ ഏത് രീതിയിലേക്ക് മാറ്റും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഇത് നിസ്സാരമല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഓക്കെ, അഭിജിത്ത് ദീപ്കെ അദ്ദേഹം പറയുന്നത് ഒരു മാത്രമല്ല, ഡൽഹിയിൽ കണ്ട മറ്റൊരു കാര്യം സുഹൈൽ മുഹമ്മദ് വളരെ ഇദ്ദേഹം ഇറങ്ങിയതു മുതൽ ഈ സമരം നടക്കുന്ന ജന്തർ മന്ദർ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ആത്മനിയന്ത്രണം പോലീസ് നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപക്ഷേ നേതൃത്വ തലങ്ങളിൽ നിന്ന് അവർക്ക് ഒരു ഉപദേശം കിട്ടിക്കാണും, ഒരു കാരണവശാലും ഈ പാർട്ടികളെ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ളത്. അത് ആ ഒരു നിയന്ത്രണം അവരും സമാധാനം പാലിച്ചു, പോലീസും നല്ല നിയന്ത്രണം പാലിച്ചു. ഒരു കാരണവശാലും അരുതാത്തതൊന്നും ഡൽഹിയിൽ സംഭവിക്കരുത് എന്ന് നിർബന്ധം പിടിക്കുന്ന ആരോ ഒരു തലച്ചോറിൻ്റെ പിന്നിൽ ഉണ്ട്. ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരെ ഇപ്പം 50 കോടിയോളം ആളുകൾ ചെറുപ്പക്കാരാണെന്ന് പറയുന്ന ഒരു നാട്ടിൽ ഒരുപക്ഷെ ഇത്തരം ഒരു സംഭവത്തിൻ്റെ പേരിൽ ചെറുപ്പക്കാർ മുഴുവൻ എതിരാകുന്നത് ഒരു ഭരണകൂടത്തിനും താങ്ങാൻ കഴിയുന്ന കാര്യമല്ല. തുടക്കത്തിൽ തന്നെ സ്കീൻ വെറുതെ അടിച്ച ആളാക്കേണ്ട ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ കോക്രോച്ച് ജനതാ പാർട്ടി അല്പം സംശയദൃഷ്ടിയോടാണ് കാണുന്നത്. പൊതുവേ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന നോർമലൈസ് ചെയ്യപ്പെട്ട രാജ്യത്ത് നീറ്റ് എന്ന പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് പതിവില്ലാത്ത രീതിയിലൊരു യുവജന കൂട്ടായ്മ രൂപപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മുടെ അമ്മമാർക്ക് നമ്മോട് പറയുന്നത് മോനെ പഠിക്കൂ, പഠിച്ചാലേ നന്നാകൂ. അതായത് സാമ്പത്തികമായി പരാധീനം നിൽക്കുന്ന ഒരു കുടുംബത്തിന് ആ കുടുംബത്തിൻ്റെ രക്ഷകനാകാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ അവരുടെ മക്കളോ മകനോ ആയിരിക്കും. അതിന് ട്രഡീഷണലായി കൺവെൻഷനായി മാതാപിതാക്കൾ കാണുന്ന ഉപായം വിദ്യാഭ്യാസമാണ്. അതായത് ഉപായം എന്ന കണക്കിൽ പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിൻ്റെ വിശ്വാസ്യതയെ കോട്ടം തട്ടിക്കുന്ന പ്രശ്നമാണ് നീറ്റിലെ ചോദ്യപേപ്പർ. ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചോദ്യപേപ്പർ ലഭിച്ചത് ആർക്കാണ്?
പണം കൊടുക്കാൻ ശേഷിയുള്ള മധ്യവർഗത്തിന് മുകളിലുള്ള ആൾക്കാർക്കാണ് നീറ്റ് ചോദ്യപേപ്പർ ലഭിച്ചത്. അതായത് ഈ ചോദ്യപേപ്പർ വാങ്ങാൻ ശേഷിയില്ലാത്തവൻ ദരിദ്രനാണ്, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. അവിടെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഡൗൺ ടു എർത്ത് ആയ സാധാരണക്കാരനായ മനുഷ്യന്റെ അവന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന വിഷയമായതിനാൽ സ്വാഭാവികം വലിയ ജനരോഷം ഉണ്ടാകും. അത് ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ജനരോഷത്തിന് വഴിതെളിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിന് കോട്ടം തട്ടുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ശക്തമായി രംഗത്ത് വരിക. ആ രോഷം അത് അതേപടി പ്രതിപക്ഷം ഏറ്റെടുത്ത് വലിയൊരു പ്രതിഷേധമായി മാറുന്നതിന് മുമ്പ് ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ട് വന്നതാണെങ്കിൽ എന്നൊരു ചോദ്യം ഞാൻ ഉയർത്തിയാണ്. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ ജനരോഷം ഇരമ്പി അതൊരു വ്യാപകമായ ഒരു വലിയ പ്രൊട്ടസ്റ്റിനും വ്യാപകമായ ഒരു വലിയൊരു പ്രതിഷേധത്തിനും വഴിതെളിക്കുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഒരാളുണ്ടാക്കിയ CJP എന്നൊരു സോഷ്യൽ മീഡിയ ബാനറിൽ നിന്ന് ഒരു പ്രതിഷേധം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് കാരണം ഈ ഒരു വരാനിരിക്കുന്ന വലിയ പ്രതിഷേധത്തെ തണുപ്പിക്കാനാണ് ഒരു സാധ്യത ഞാൻ കൽപ്പിക്കുന്നത്. ആദ്യം ഞാൻ അതിനൊരു ഉദാഹരണമായി പറയുന്നത്, ഞാനും അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ ഒരു ജ്യേഷ്ഠനും അനിയനും ഉണ്ടെന്നിരിക്കുക. അവർ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്ത് കളിക്കുകയാണ്. ഈ ഗ്ലാസ് ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്ന് വീണു പൊട്ടി. ഈ വിഷയം അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ജ്യേഷ്ഠൻ തന്നെ നേരിട്ട് പോയാൽ ചിലപ്പോൾ ഒരു അടി കിട്ടും. ഇളയ അനിയനോട് പറയുകയാണ്, തൽക്കാലം നീയാണിത് പൊട്ടിച്ചതെന്ന് പറഞ്ഞു പോകും, അല്ലെങ്കിൽ നീ അമ്മയോട് പോയിട്ട് പറയൂ ചേട്ടൻ ഈ ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറയും. ഞാൻ ഡയറക്റ്റ് ഈ വിഷയം അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി മുതലമായിരിക്കും എൻ്റെ അമ്മ ഈ വിഷയം അനിയൻ അവതരിപ്പിച്ചാൽ എടുക്കുക. അതേപോലെ തന്നെ ഇതൊരു BJPയുടെ B ടീമാണ് എന്ന സംശയം ഞാനിവിടെ ഉയർത്തുകയാണ്. ഇതൊരു ഞാൻ പറഞ്ഞ എൻ്റെ ഒരു സംശയമാണ്. ഇതിന് ആധികാരികതയോ തെളിവോ ചോദിച്ചാൽ എൻ്റെ കയ്യില്ല. അങ്ങനെ ആകാനുള്ള സാധ്യത. എന്തുകൊണ്ടാണ് അങ്ങനെ സുഖയിലൊരു സംശയം വരാൻ കാരണം? ഈ പേരിന്റെയാണോ BJP CJP? അല്ല, പേര് എന്നതിൽ അപ്പുറത്തേക്കല്ല. ഇവിടെ അങ്ങനെ ഒരു യുവത്വത്തിന് രോഷം ഉൾക്കൊള്ളേണ്ട ഈ ആദ്യത്തെ വിഷയമാണ് ഇതെന്ന് ഞാൻ കരുതുന്നില്ല. ഈ രാഷ്ട്രം 10 വർഷത്തിനിടയിൽ അല്ല, ഈ നീറ്റ് പരീക്ഷയിലുണ്ടായ പ്രശ്നത്തെ നമുക്ക് ചെറുതായി കാണാൻ പറ്റൂ? പരീക്ഷയിലുണ്ടായ ക്രമക്കേടിനെ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റൂ? ഒരിക്കലും ചെറുതായി കാണാൻ കഴിയില്ല. പക്ഷെ യുവത്വം നേടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നീറ്റ് എന്ന് ഞാൻ കരുതുന്നില്ല. അതേസമയം നീറ്റ് എന്ന വിഷയം വലിയ ചർച്ചയായി കഴിഞ്ഞാൽ അത് ജനങ്ങളെ ആകെ ഇളക്കി വിടുന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പ്രതിപക്ഷമൊക്കെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് വലിയ ജനരോഷം ഉണ്ടാക്കുമെന്ന ഘട്ടത്തിൽ BJP തന്നെ സ്പോൺസർ ചെയ്ത B ടീമാണോ എന്ന സംശയം ഞാൻ വെക്കുന്നു. അതാണ് ഞാൻ അതായത് ഇവിടെ നീറ്റ് ചോദ്യപേപ്പർ ഒന്നാമതുണ്ടാവുന്നതല്ല, രണ്ടാമതുണ്ടാവുന്നതാണ്. 5 ആത്മഹത്യ ഉണ്ടായി. ഇവിടെ പറയുന്ന കേരളത്തിൽ മാത്രം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, രാജ്യം മുഴുവൻ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, പരമസാധുക്കളായ വിദ്യാർത്ഥികൾ അങ്ങേയറ്റം ആശങ്കപ്പെട്ട് 5 ആത്മഹത്യ ഉണ്ടായ വിഷയത്തിൽ ഏത് പ്രതിപക്ഷം എവിടെ സമരം നടത്തി? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ശക്തമായ ആവശ്യം ഏത് രാഷ്ട്രീയത എവിടെ ഉന്നയിച്ചു? ശരിയാണ്, NSCയുടെ പ്രതിഷേധം അവിടെ ഉണ്ടായി, ഇവിടെ SFIയുടെ മൈസയുടെ പ്രതിഷേധം അവിടെ ഉണ്ടായി. അത് പോരല്ലോ. രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധി തെരുവിൽ ഈ വിഷയമായി തെരുവിൽ എവിടെ നിറഞ്ഞു? രാജ്യത്തെ ഏത് പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാന നേതാക്കൾ? ഇപ്പോൾ ഇവിടെ ED വേട്ടയുണ്ടായില്ല, എന്താണ് ED പിണറായി വിജയന്റെ വീട്ടിൽ കയറി, അവിടെ CPI ജനറൽ സെക്രട്ടറി MAVV അവിടെ പ്രതിഷേധിച്ചു, വലിച്ചടിച്ച് കൊണ്ടുകയറ്റി. ഒരു വലിയ ആൾക്കൂട്ടൊന്നും ഉണ്ടായില്ല, പക്ഷേ ഒരു സമരം ഇവിടെ ഉണ്ടായല്ലോ. അങ്ങനെ ഒരു സമരം ഉണ്ടാവുന്നില്ലാന്നേ. അപ്പൊ അങ്ങനെ പ്രതിപക്ഷത്തിന്റെ പരാജയത്തിലാണ് CJPയുടെ വളർച്ച. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പ്രതിപക്ഷത്തിന് അട്ടിമറിക്കുമെന്ന് പറയല്ലേ? സുഹൈൽ പറഞ്ഞ കാര്യത്തോട് ഒരു കാര്യം, സുഹൈൽ ഇവിടെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് ഇത് BJPയുടെ B ടീമാണോ എന്നതാണ്. ആം ആദ്മി പാർട്ടി ഉണ്ടായപ്പോഴും അണ്ണാ ഹസാരയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നപ്പോഴും ഇതേ ആരോപണം നേരിട്ടതാണ്, BJPയുടെ B ടീമാണോ എന്ന സംശയം. പക്ഷെ ആം ആദ്മി പാർട്ടി വന്ന് BJPക്ക് തന്നെ വെല്ലുവിളി ഉയർത്തി അവർ സംസ്ഥാനത്തിന്റെ അധികാരം പിടിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ കാര്യം, CJP എന്ന പാർട്ടിയുടെ അതുപോട്ടെ, അത് സ്വാഭാവികമായിട്ടും അത് രണ്ടാമത് ഞാൻ പറഞ്ഞത് CJP എന്ന പാർട്ടിക്ക് CJP എന്ന കൂട്ടായ്മ ഉണ്ടാകുന്നത് ഈ നീറ്റ് പരീക്ഷയുടെ പശ്ചാത്തലത്തിലല്ല. അവരൊരു പ്രതിഷേധം ഉണ്ടാക്കുന്നത് ഇതിന്റെ പേരിലാണ്. CJP രൂപപ്പെടുന്നത് നീറ്റിന്റെ പേരിലല്ല. CJP വരുന്നത് ഒരു ന്യായാധിപൻ നടത്തിയ പരാമർശങ്ങളിലുള്ള അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കൂട്ടായ്മ ഉണ്ടാകുന്നത്. അപ്പോൾ നീറ്റ് പ്രശ്നമില്ല, UGC പ്രശ്നമില്ല. അതിനുശേഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു പൊതു പ്രശ്നം എന്ന നിലയിൽ അവർ ഏറ്റെടുക്കുന്ന ആദ്യത്തെ പ്രശ്നമാണ് ഇത്. അതുകൊണ്ട് നീറ്റും UGC പോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് CJP ഇത് ചെയ്തത്, അല്ലെങ്കിൽ അത് BJPക്ക് അനുകൂലമായ രീതിയിലാണ് എന്ന് പറയാൻ പറ്റുന്ന ന്യായമായ അല്ലെങ്കിൽ യുക്തസമമായ കാര്യങ്ങൾ ഇതിന് പിന്നാലെ. കാര്യം പറയാൻ നമ്മുടെ മുമ്പിൽ ബംഗ്ലാദേശിന്റെയും നേപ്പാളിന്റെയും ഒരു ചരിത്രം മുമ്പിലുണ്ട്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനെ പുറത്താക്കുന്ന പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി സംഘടന സംശയമില്ല. ഭാവിയിൽ അതായത് ഒരു ഭരണ സംവിധാനത്തെ മാറ്റാനോ ഭരണ സംവിധാനത്തിനെതിരെ പ്രതിഷേധം ഉയർത്താനോ ജെൻസിക്ക് ക്യാപ്പബിൾ ആണ്, അവർക്ക് ശേഷിയുണ്ടെന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ അത്തരം ജെൻസി പ്രക്ഷോഭങ്ങളെ കൺസോൾഡേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഇടമാക്കി ഇതിനെ മാറ്റാനുള്ള ശ്രമം ഉണ്ടായാൽ നമുക്ക് ആ രീതിയിൽ സംശയിച്ചുകൂടെ? ബംഗ്ലാദേശും താരതമ്യമൊക്കെ എന്താണ്, അത് വിദൂര താരതമ്യമാണ്. ഇപ്പൊ താരതമ്യം ചെയ്യാനായിട്ട് അതിന് കാരണം നമുക്ക് പോകുന്നതിന് തണുപ്പിക്കാനുള്ള കൺസോൾട്ടേറ്റഡ് ഫോറമായി ഇതിനെ മാറ്റാൻ BJPക്ക് ആകില്ല എന്നാണ് ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷന്റെ കാര്യം തുടർച്ചയായി. പക്ഷേ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷന്റെ IASയും ഈ CJPയും തമ്മിൽ കമ്പാരിസൺ ഉണ്ടോ എനിക്കറിയില്ല. കാര്യം
IAC എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ പൊളിറ്റിക്കൽ കാരണങ്ങൾ അതിനുണ്ടായിരുന്നു. അതിന് RSS BJP ബാക്കിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആരാണ്? പ്രശാന്ത് ഭൂഷൺ. അന്ന് IACയുടെ കോർ കമ്മിറ്റി ഉണ്ടെന്ന് പ്രശാന്ത് ഭൂഷൺ തന്നെ പിന്നീട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് RSS BJP ബാക്കിംഗ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അത് കൃത്യമായി സംഘടനാപരമായി, അത് കൃത്യമായി സംഘാടകത്വത്തിലൂടെ, കൃത്യമായ ചട്ടക്കൂടിലൂടെ, അത് ആ സമയത്ത് ഉണ്ടായിരുന്ന UPA സർക്കാരിനെതിരായ രാഷ്ട്രീയ പ്രതിഷേധമായി അൺറൂട്ട് ചെയ്യാനുള്ള രാഷ്ട്രീയ പ്രതിഷേധം തന്നെ കൃത്യമായി വളർത്തിക്കൊണ്ട് വന്നതാണ്, ഡിസൈൻ ചെയ്തതാണ്. മാധ്യമങ്ങളുടെ സപ്പോർട്ട് അതിനുണ്ടായത് അങ്ങനെയാണ്. അതുകൊണ്ട് അതിനെയും ഇതിനെയും തമ്മിൽ കമ്പാരിസൺ ഉണ്ടെന്നില്ല. രണ്ടാമതൊരു കാര്യം, SKനോട് ഇപ്പം ഇവിടെ ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായ ആ ദിവസം NSUIയുടെ ഈ പറഞ്ഞ ദേശീയ അധ്യക്ഷ അടക്കം സമരം നടത്തി അടിച്ച് തലപൊട്ടിച്ചു. SFI ഇറങ്ങി, ഈ പറഞ്ഞ ഐസ എന്ന് പറഞ്ഞ സംഘടന ഇറങ്ങി. രാജ്യത്ത് അത് പൊതുവിൽ ചർച്ചയായില്ല. അത് ചർച്ചയാവുന്ന എപ്പോഴാണ്? ചർച്ചയാവുന്ന CJP ആ വിഷയം ഏറ്റെടുക്കുമ്പോഴാണ് ഈ പ്രശ്നം രാജ്യവ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുന്നു, ചർച്ച ഉണ്ടാകുന്നു, ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെടുന്നു, അത് പാർലമെന്റിലടക്കം ചർച്ചയാവുന്നു, പാർലമെന്ററി സമിതിയിലേക്ക് അന്വേഷണം പോകുന്നതൊക്കെ എപ്പോഴാണ്? CJP ഏറ്റെടുത്തപ്പോഴാണ്. എൻ്റെ പ്രധാനമായ സംശയം, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകൾ ഒരു വിഷയം സമരമായി ഉന്നയിച്ചിട്ട് രാജ്യത്തെ യുവാക്കൾ അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളോട് പുതിയ യുവാക്കൾക്ക് എന്തോ ഒരു വിമുഖത, എന്തോ ഒരു വിരക്തി, എന്തോ ഒരു ക്രെഡിബിലിറ്റി പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ആ പാർട്ടികൾ ആലോചിക്കണം. മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഈ CJP അല്ലെങ്കിൽ ഈ ജൻസിയൊക്കെ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് സുഹേൽ ചോദിച്ചാൽ ഒരു പൊരുള്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലോകത്തുള്ള ഏത് വലിയ പ്രക്ഷോഭമാണെങ്കിലും ഏത് വലിയ സമരമാണെങ്കിലും അതൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ട്രിഗർ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ മുമ്പ് ഈ സ്വാശ്രയ മേഖലയ്ക്കെതിരെ വലിയ സമരം നടന്നപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, രജനി എസ് എന്ന ആനന്ദിന്റെ ആത്മഹത്യ. ആ ആത്മഹത്യ തുടർന്നാണ് പിന്നീട് അങ്ങോട്ട് വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിനെതിരെയുള്ള വലിയ സമരങ്ങൾ നടക്കുന്നത്. അതുപോലെ ട്രിഗർ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ നീറ്റ് പരീക്ഷയാണ്. അതിവിടെ സംഭവിച്ചിരിക്കുന്നു. അതിനെതിരെ ഈ ആളുകളൊക്കെ ഇറങ്ങുമ്പോൾ അത് ഈ വ്യവസ്ഥയ്ക്ക് ആകെ എതിരെയുള്ള ഒരു പോരാട്ടമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഞാൻ വരാം ഗോപി, ഞാൻ വരാം. 24 ഗ്രാൻഡ് ഡിബേറ്റ് തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ജോസ് തോമസ് ആഷ്മി ഡൽഹിയിൽ നിന്ന് എഴുതുകയാണ്, SKN, I spent about 42 years in Delhi. This is the one and only peaceful agitation against the central education minister എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വേറെ എല്ലാ സമരങ്ങളും അക്രമാസക്തമാവുകയോ സമാധാനത്തിന് അപ്പുറം കടക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സമരം മാത്രമാണ് സമാധാനത്തോടെ പോയത്. സുഹൈൽ മുഹമ്മദ് എന്തോ പറയാൻ വരികയായിരുന്നു. അതായത് ഞാൻ സംശയദൃഷ്ടിയോടെ ഈ പറയുന്ന CJP കാണുന്നു എന്ന് പറയുമ്പോഴും CJP പോലെയുള്ള യുവാക്കളുടെ അവരുടെ രോഷം പ്രകടിപ്പിക്കാൻ ഒരു ഫോറം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം ദുർബലമാകുന്ന പ്രതിപക്ഷമാണ്. നേരത്തെ ഹാഷ്മിക പറഞ്ഞതുപോലെ തന്നെ ഇത്രയും സമൃദ്ധമായി, ഇത്രയേറെ ആധികാരികമായ തെളിവുകളടക്കം പുറത്തുന്ന ഒരു സംഭവത്തിൽ ഗ്രൗണ്ട് ലെവലിൽ ഒരു പ്രതിഷേധം നടത്താൻ കോൺഗ്രസിനായിട്ടില്ല, ഇന്ത്യ സഖ്യത്തിനായിട്ടില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കോറായ ഒരു വലിയ വിഷയം വരുമ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ സഖ്യനിരയിൽ തന്നെ വലിയ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ട്. അതായത് കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു തീർത്തിട്ട് നാട്ടിലെ പ്രശ്നത്തിലേക്ക് ഇടപെടാൻ കഴിയുന്നുള്ള സ്ഥിതി സംജാതമായതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ പ്രതിപക്ഷത്ത് ഇറങ്ങിത്തിരിക്കാനാകാത്തത്. അതുകൊണ്ട് പ്രതിപക്ഷം ദുർബലമാകുന്നിടത്താണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ ജനസിയുടെ രോഷങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തിന് ഇറങ്ങാൻ സാധിക്കുമെങ്കിൽ ഈ പറഞ്ഞ CJP എന്ന് പറയുന്ന ഫോറമൊക്കെ, യുവത്വത്തിന്റെ ആ നിരയൊക്കെ പ്രതിപക്ഷത്തിനൊരു കരുത്താകും. അങ്ങനെ അതിനെ ഉപയോഗിക്കാൻ രീതിയിലുള്ള എന്തെങ്കിലും ഒരു മാറ്റം പ്രതിപക്ഷത്തിന്റെ നേതൃനിരയിലോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഈ പറഞ്ഞ പ്രതിഷേധ സ്വഭാവത്തിലെങ്കിലും വരുത്തണമെന്ന ഒരു ആഗ്രഹം കൂടി ഞാൻ പ്രകടിപ്പിക്കുന്നത് മാത്രം. ഈ സംശയദൃഷ്ടിയോടെ കാണുന്നതിന്റെ അർത്ഥം പൂർണ്ണമായും CJP മൊറീഷ്യസായി വന്നതല്ല, CJP B ടീമാണെന്ന് സമർത്ഥിക്കുകയല്ല. അങ്ങനെ ഒരു വശം കൂടി ഇതിനുണ്ടാകാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടി സമയമെടുത്ത് അതിനെ വീക്ഷിച്ചിട്ട് മാത്രമേ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയൂ എന്ന് കൂടിയാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗോപി, എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഈ നീറ്റ് പരീക്ഷയിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ കാര്യമായി എടുത്തിരുന്നെങ്കിൽ പോലും CJP വരുമായിരുന്നു. CJP ഒരു ചരിത്ര ദൗത്യമായിട്ടാണല്ലോ കാണുന്നത്. പക്ഷേ CJPക്ക് കരുത്താർജിക്കാൻ പഴയതുപോലെ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവരുദ്ദേശിച്ച പോലെ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രതീക്ഷ പോലെ ഒരു ശരി നമ്മൾ കൂടുതൽ പ്രതീക്ഷയാണോ എന്നറിയില്ല. എന്തായാലും ഈ CJP ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം ആഷ്മി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കക്ഷി രാഷ്ട്രീയക്കാരും പ്രതിപക്ഷക്കാരും എവിടെ പരാജയപ്പെട്ടോ അവിടെ നിന്നാണ് ഇവർ ജീവൻ വെച്ച് എഴുന്നേറ്റ് വരുന്നത്. ഉറപ്പായിട്ടും. കാരണം വെച്ചാൽ ഇതിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ CJPക്ക് മുന്നിൽ ഒരു വിഷയം കിട്ടി. അതാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടും ഈ CBSEയിലെ പ്രശ്നങ്ങളും. പക്ഷേ അതൊന്നും അല്ലെങ്കിലും CJP വരുമായിരുന്നു. കാരണം പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന യുവാക്കളുടെ ധാരാളം പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ അവർ ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നേരത്തെ ഹാഷ്മി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം തെറ്റിദ്ധരിച്ചു എന്ന സംശയമുണ്ട്. കാരണം ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന ആ മൂവ്മെന്റിനെ ഞാൻ CJPയുമായി താരതമ്യം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്തരം കൂട്ടായ്മകളെ രാഷ്ട്രീയ പാർട്ടികൾ പേടിച്ചു തുടങ്ങിയത് ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ ഒരു രാഷ്ട്രീയ സ്വഭാവം വന്നപ്പോഴാണ്. സത്യത്തിൽ അണ്ണാ ഹസാരയ്ക്ക് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയെ രൂപപ്പെടുത്തണമെന്ന ആഗ്രഹമില്ലായിരുന്നു. ആ സമരത്തിൽ പങ്കെടുത്ത
അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും യോഗേന്ദ്ര യാദവും സമരം മാത്രം മതി എന്ന അണ്ണാ ഹസാരയുടെ നിലപാടിന് എതിരെ നിൽക്കുകയും ഇതൊരു രാഷ്ട്രീയ രൂപം കൈക്കൊള്ളണം എന്ന് പറഞ്ഞ ശേഷമാണ് സാധാരണക്കാരുടെ പാർട്ടി എന്ന നിലയിൽ ആം ആദ്മി പാർട്ടി ഉണ്ടാകുന്നത്. CJP സംബന്ധിച്ച് അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു സൂചനയാണ് ഇന്ന് അഭിജിത് ദീപ്കെ പറഞ്ഞത്. വരും ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭം കൂടുതൽ ശക്തമാകാൻ പോകുന്നത്. ഞാൻ കരുതുന്നത് SKN ഇതൊരു ദേശീയ മൂവ്മെന്റായി മാറ്റാൻ അവർക്ക് പദ്ധതിയുണ്ട്. ആ പദ്ധതി വിജയിക്കണമെങ്കിൽ അവർക്ക് ജനങ്ങളെ അടിത്തട്ടിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അവർ ഉയർത്തുന്ന ആശയങ്ങളും മുദ്രാവാക്യങ്ങളും എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം ഏറ്റവും ഇത് ജെൻസി തലമുറ അവരുടെ ആശയവിനിമയ സംവിധാനവും അവരുടെ സംസ്കാരവും മറ്റൊന്നാണ്. സത്യത്തിൽ അവരുമായി ഒരു ആശയ സംവേദനം നടത്തണമെങ്കിൽ നമ്മൾ തന്നെ പരിശീലിക്കപ്പെടേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. അവർ ഈ പ്രശ്നങ്ങളെ കാണുന്നതും ആ പ്രശ്നങ്ങൾക്ക് അവർ കണ്ടെത്തുന്ന പരിഹാരവും അതിനുള്ള പ്ലാറ്റ്ഫോമും വേറെയാണ്. ആ പ്ലാറ്റ്ഫോം നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ സമൂഹ മാധ്യമങ്ങളാണ്. ആ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രതിഷേധങ്ങൾക്ക് വിലയുണ്ട്. ഇപ്പോൾ നിശബ്ദരായിരിക്കുന്ന ഈ തലമുറ, ഈ യുവകൂട്ടം, അവർ നാളെ ഇതൊരു രാഷ്ട്രീയ രൂപമുണ്ടായാൽ അത് വോട്ടുകളായി മാറില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് CJPയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. അത് തെരുവിൽ കാണുന്ന തല എണ്ണിക്കഴിഞ്ഞാൽ അത് തല എണ്ണിക്കൊണ്ട് അവരുടെ പ്രസക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാര്യം, അതായത് ഈ സോഫ്റ്റ്വെയർ IT രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായ ആളുകൾ തെരുവിൽ നടത്തേണ്ട ഒരു പ്രതിഷേധ സമരത്തിലേക്ക് വരുമ്പോൾ അവർ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഒരു സാന്നിധ്യം അവർക്ക് ഉറപ്പുവരുത്താൻ കഴിയാതെ പോയതാണോ എന്ന് സംശയിക്കുന്ന സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകർ ഇന്നുണ്ട്. അവരൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? കാരണം ഈ സമരം കുറച്ചുകൂടി ഒരു വലിയ കൊടുങ്കാറ്റായി ഡൽഹിയെ പിടിച്ച് കുലുക്കും എന്ന് വിശ്വസിച്ച ആൾക്കാരാണ് കൂടുതലും. SK അങ്ങനെ നമ്മൾ വിശ്വസിച്ചെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന കുട്ടികളൊക്കെ ജോലിയുള്ളവരോ അല്ലെങ്കിൽ ജോലിയിലേക്ക് കടക്കാൻ പോകുന്നവരോ ഒക്കെയാണ്. അല്ല, വിദേശ നാടുകളിൽ നിന്നൊക്കെ ഇരുന്ന് ഈ CJPയിലെ അംഗങ്ങളായ ആളുകളാണോ ഇതിൽ ഈ രണ്ടു കൂടി തെളിച്ചത്? അത് നമുക്ക് സംശയിക്കാവുന്ന കാര്യമല്ല. എന്ന് പറഞ്ഞാൽ അവർ ഈ CJPയുടെ അഭിജിത് ദീപ്കെ അവരുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ ഈ പറയുന്ന ഡാഷ്ബോർഡ് ഡേറ്റാ ബോർഡ് ഒക്കെ പുറത്തു വിട്ടതാണ്. 95% ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെയാണ്, ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരുണ്ട്, പക്ഷേ 95% ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെയാണെന്ന് തെളിവ് പറഞ്ഞാണ്. SK ഇവിടുത്തെ പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞാൽ SK ഇവിടെ ഈ പറയുന്ന സേഫ് സോണിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരുപക്ഷെ സമരത്തിലേക്ക് ഇറങ്ങാം, ചിലപ്പോൾ അടി ഉണ്ടാവും, കേസ് ഉണ്ടാവും. അതിനോട് ഇറങ്ങാനുള്ള ധൈര്യക്കുറവോ ഒക്കെ SK ഇതൊരു മിഡിൽ ക്ലാസ് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുള്ള ആൾക്കാർ അവർക്ക് അങ്ങോട്ട് ഇറങ്ങി കേസും പുകാറും ആവേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഒന്നാമത്തെ കാര്യം. SK എന്താ ഇവിടെ ഒരു പ്രേക്ഷൻ കമന്റ് പറഞ്ഞു, എങ്ങനെ യുവജനപക്ഷം ആകാതിരിക്കും? ഇനി ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് പുറത്തുപോയി പോലും ജോലി കിട്ടാൻ കഴിയാത്ത അവസ്ഥയാണ്. അമേരിക്കൻ ഡ്രീം ഈസ് ഓവർ എന്നൊരു പ്രേക്ഷൻ കമന്റ് ഇടുന്നുണ്ട്. SK ഓവർ ആൻഡ് ഇയേഴ്സിൽ ഇത് ഘനീഭവിച്ചു കിടക്കുന്ന പ്രശ്നമാണ്. ഒരു ജഡ്ജി ജോലിയില്ലാത്തവർ പാർട്ടികളെ പോലെ സിസ്റ്റത്തെ ആക്രമിക്കുന്നു. വളരെ പാസീവായി കമന്റ് ഉണ്ടാകുമ്പോഴേക്കും ഒരു ബ്ലാസ്റ്റിംഗ് പോലെ ഇത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഉണ്ടാവുന്നത് ഈ പോയ വർഷങ്ങൾ ഏറ്റവും കുറഞ്ഞ തൊഴിൽ ജനറേറ്റ് ചെയ്ത വർഷങ്ങളാണ് പോയ വർഷങ്ങൾ. അൺഎംപ്ലോയ്മെന്റ്, അത്രയധികം കുട്ടികൾ പഠിച്ചിറങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ, വിദേശ രാജ്യങ്ങളിലെ ജോലി കുറയുന്ന അവസ്ഥ, അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന അവസ്ഥ, ആ രാജ്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ വരുമ്പോഴേക്കും ഈ പറയുന്ന രോഷം അങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ആ രോഷത്തെ അഡ്രസ് ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നില്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്താണ് ഈ നീറ്റിൽപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുന്നുള്ളൂ, ഒക്കെ ശരിയാണ്. പക്ഷെ അവർക്ക് വിശ്വാസം വരുന്ന രീതിയിൽ, അവരുടെ പ്രശ്നം ഞങ്ങൾ ആത്മാർത്ഥം ഏറ്റെടുക്കുന്നു തോന്നുന്ന രീതിയിൽ തെരുവിലൊരു പ്രതിഷേധമാകാൻ പ്രതിപക്ഷം പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടെടുത്താണ് യുവാക്കളുടെ പൊട്ടിത്തെറിക്കൽ. ആ പൊട്ടിത്തെറിക്കൽ പ്രതിപക്ഷം മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്. ഓക്കെ തനീഷ്, നമുക്ക് തനീഷിന്റെ അഭിപ്രായത്തോടെ നമുക്ക് ഈ സംവാദം അവസാനിപ്പിച്ച അടുത്ത വിഷയം കുറേയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ CJP എന്ന് പറയുന്ന പാർട്ടിക്ക് ലക്ഷ്യങ്ങളില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്രമന്ത്രിയുടെ രാജി മാത്രമാണെന്നുള്ളതല്ല. അവർ 5 പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. 5 ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അതിൽ ഒന്ന്, വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർക്ക് രാജ്യസഭാ പദവി നൽകരുത് എന്നുള്ളതാണ് അവരുടെ ഒരാവശ്യം. അത് നേരത്തെ ഈ ഒരു വിഷയം ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം അതാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ആയിരിക്കാം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നേരത്തെ SK സൂചിപ്പിച്ചിരുന്നു എന്തുകൊണ്ട് നാഷണൽ മീഡിയ ഈ വിഷയം ഒട്ടും എടുത്തില്ല. തനേഷ്, ഇതിനിടയ്ക്ക് ഒരു കാര്യം, ഒരു പ്രേക്ഷകൻ പറയാണ്, എത്ര നാളായി രാഹുൽ ഗാന്ധി നീറ്റിനെ കുറിച്ച് പറയുന്നു, ജഡ്ജിമാരുടെ വിരമിച്ചതിന് ശേഷമുള്ള പദവിയെ കുറിച്ച് പറഞ്ഞു, വോട്ട് ചോരിയെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് ആരെങ്കിലും കേട്ടോ എന്നാണ് ഈ പ്രേക്ഷകൻ ചോദിക്കുന്നത്. കേട്ടില്ല. എന്തുകൊണ്ടാണ്? അത് കേൾക്കുന്ന രീതിയിലല്ല പറയുന്നത് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ CJP പറയുമ്പോൾ അത് കേൾക്കുന്നു, ആളുകൾ അണിനിരക്കുന്നു എന്നുള്ളതാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പരാജയവും ഈ CJP പോലുള്ള കൂട്ടായ്മയുടെ വിജയവും എന്ന് പറയുന്നത്. അവരുടെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗോദി മീഡിയക്കെതിരെ അന്വേഷണം വേണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാഷണൽ മീഡിയ ഒന്നും ഈ ഒരു വാർത്ത കൊടുക്കാതിരുന്നത്. കേരളം മാത്രം ഈ വാർത്ത വലിയ രീതിയിൽ ആഘോഷിച്ചപ്പോൾ നാഷണൽ മീഡിയയിൽ ഈ വാർത്ത ഉണ്ടായിരുന്നതേ ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ അപൂർവമായിട്ട് തൊട്ട് തലോടി അങ്ങ് പോയി. 200 യൂട്യൂബർ ഉണ്ട് അവിടെ, 200 യൂട്യൂബർമാർ അവിടെ ഉണ്ട്, 200 പേര്. അപ്പൊ ആ യൂട്യൂബാണ് അവരുടെ ഓഡിയൻസ്, ഈ ഫേസ്ബുക്ക് ആണ് അവരുടെ ഓഡിയൻസ്. അവർക്ക് ഈ നാഷണൽ മീഡിയ വേണ്ടെന്ന്, അവർക്ക് വേണ്ടത്.
അതുപോലെ തന്നെ അവരുടെ മൂന്നാമത്തെ ആവശ്യം അല്ലെ ഇവർ വന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് വരുന്നിടത്ത് ഈ ടെലിവിഷൻ ചാനലുകളുടെ പ്രസക്തി കുറയും. അതുകൊണ്ട് ഇപ്പോൾ ഈ ദേശീയ മാധ്യമങ്ങൾ എന്ന ആ ഒരു ടെക്നിക്കാലിറ്റിയിൽ ഇപ്പോൾ ചില വിവാദങ്ങൾ ഉണ്ടാവുണ്ട്. അതായത് ആ പറയുന്ന വാക്കിൽ ദേശീയ മാധ്യമങ്ങൾ എന്നതിനെ ശരിക്കും ഹിന്ദിയിലെ ഇംഗ്ലീഷ് ചാനലുകൾ എന്ന് മാത്രമേ വ്യൂവർഷിപ്പിന്റെ കണക്കിൽ വിളിക്കാവുന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ തന്നെ പോസ്റ്റ് ഉണ്ട്. അതായത് അവരുടെ റീച്ചിനെ ഇവർക്ക് നമസ്കരിച്ചു കഴിഞ്ഞാലും അത് എത്രത്തോളം വ്യാപകമായി ആളുകൾ എത്തിക്കാൻ കഴിയുന്ന മീഡിയം അത് യൂട്യൂബും സോഷ്യൽ മീഡിയയാണ്. അത് ഏറ്റവും പരമാവധി ഉപയോഗിച്ച് സക്സസ് ആവുന്ന തെളിയിച്ചവർ കൂടിയാണ് CJP. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങളുടെ ബഹിഷ്കരണം അതവരുടെ റീച്ചിനെ ബാധിക്കുന്ന ഒന്നാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കൂടിയാണല്ലോ 2 കോടിയിലധികം ആളുകൾ അവർക്ക് അതല്ല തനീഷ്, ഇന്ത്യയിലെ നമ്മളൊരു ടെലിവിഷൻ വ്യൂവർഷിപ്പ് എടുക്കുമ്പോൾ ഇംഗ്ലീഷ് വാർത്താ ചാനൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംസ്ഥാനം കേരളവും മറ്റൊരു സംസ്ഥാനം തമിഴ്നാടുമാണ്. കാര്യം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ദേശീയ ഇംഗ്ലീഷ് വാർത്താ ചാനലുകൾ ഒരുപാട് താല്പര്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ ഇരുന്ന ആളുകൾ ആലോചിക്കുന്നുണ്ട്. അതിനൊരു കാരണമേ ഉള്ളൂ, വ്യൂവർഷിപ്പ്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരുപക്ഷെ കേരളത്തിലായിരുന്നെങ്കിൽ ഇവർ കുറച്ചുകൂടി കവർ ചെയ്തേനെ. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിന്റെ ബാക്കി, അതായത് മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് അർഹരായ വോട്ടർമാരുടെ വോട്ട് നഷ്ടപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ മന്ത്രിസഭയിൽ സ്ത്രീകൾക്ക് 50% സംവരണം എന്നുള്ളതാണ്. മറ്റൊന്ന്, അഞ്ചാമത്തത് പാർട്ടി മാറുന്ന MLA മാർക്കും MP മാർക്കും ഒക്കെ 30 വർഷത്തെ വിലക്ക്, രാഷ്ട്രീയത്തിൽ വിലക്ക് എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇത്തരം ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നീറ്റ് പരീക്ഷ എന്ന് പറയുന്ന ഒരു വിഷയം കിട്ടിയിരിക്കുന്നു. ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ഒറ്റ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ആ ഒരു പ്രക്ഷോഭം, ഈ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം പല രൂപത്തിൽ സൈബറിടങ്ങളിൽ മാത്രമല്ല ഇനി അതിൻ്റെ പുറത്തേക്കും വ്യാപിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അഭിജിത്ത് ദീപ്കെ പറഞ്ഞതുപോലെ ഈ ഒരു കൂട്ടായ്മ നാളെ കെട്ടടങ്ങിയാലും ഇവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ രാജ്യത്ത് സജീവമായി നിലനിൽക്കും എന്നാണ് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ CJPയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണാം. മറ്റിന്ന് വന്ന ഒരു വിഷയമാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ കലൂറിലെ PMLA കോടതിയുടെ ഉത്തരവ്. എന്തായാലും വളരെ പ്രസക്തമായ ഒരു കോടതി വിധി, വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കോടതി വിധിയാണെന്ന് വന്നത്. CPM നേതാക്കളായ പ്രതികൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി ഇന്ന് വ്യക്തമാക്കി. K രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, MM വർഗീസ് ഉൾപ്പെടെ 28 പ്രതികൾക്ക് ഹാജരാക്കാൻ നിർദ്ദേശിച്ച കോടതി ഇന്ന് നോട്ടീസ് അയച്ചു. തങ്ങൾക്കെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് പ്രതികൾ വാദിക്കുന്നത്. പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും BJPയുടെ രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയുണ്ടാക്കിയ കേസുകളിലൊന്നാണിത്. ആ കേസിനെ നിയമപരമായി ഞങ്ങൾ നേരിടും. രാഷ്ട്രീയമായിട്ട് BJPയും പ്രതിപക്ഷവും ഉപയോഗിക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഞങ്ങളതിന് മറുപടി പറഞ്ഞു പോകും. സംഘടനയെ പ്രതിയാക്കുക എന്നുള്ള അപൂർവ സംഭവത്തിനും ED ഏതറ്റം വരെയും എന്തും ചെയ്യാൻ പോകും എന്നുള്ളൊരു സൂചനയാണ്. രാഷ്ട്രീയ ദാസ്യവേല ചെയ്യാൻ തയ്യാറാകുമെന്നുള്ളൊരു സൂചനയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണിത്. ഈ കേസിനെ നിയമപരമായി തന്നെ ഞങ്ങൾ നേരിടും. ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു സംഭവത്തിൽ പ്രതിയാക്കുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ED കരുവന്നൂർ കേസിൽ ചെയ്തത് അത്തരമൊരു കാര്യമാണ്. അപ്പം അതിനെ നിയമപരമായി തന്നെ ഞങ്ങൾ നേരിടും. അതിന് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ കോടതിയിൽ പോകേണ്ടി വന്നാലും ആ നിയമപരമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. പ്രതികൾ തട്ടിപ്പിലൂടെ 180 കോടി രൂപ സമ്പാദിച്ചുവെന്നാണ് ED ആരോപിക്കുന്നത്. ഇതിൽ 128 കോടി രൂപ പ്രതികളിൽ നിന്ന് നേരത്തെ കണ്ടുകിട്ടുകയും ചെയ്തിരുന്നു. ഗോപികൃഷ്ണൻ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് വല്ലാത്ത ഒരു വിധി തന്നെയാണെന്ന് വന്നിരിക്കുന്നത്. CPM അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ കൂടുതൽ കുരുക്ക് ഭാവിയിൽ ഉണ്ടാകുമോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. SK, ഇതിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ട പ്രതികരണത്തിൽ പറഞ്ഞതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരു ഉപകുറ്റപത്രം നൽകിയിട്ടുണ്ട്. അത് CPM എന്ന പാർട്ടിയെ അതിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചരിത്രത്തിൽ അവർ ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർത്തുകൊണ്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നേരത്തെ ഒരു പ്രതികരണം ഇപ്പോൾ കണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ പ്രതി ചേർത്തില്ല. അത്രത്തോളം ഗൗരവമുള്ള ഒരു തട്ടിപ്പ് കേസായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിനെ കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഏതാണ്ട് 232 കോടിയിലധികം രൂപയുടെ ക്രമക്കേടുകളും കള്ളപ്പണ ഇടപാടുകളും നടന്നു എന്നതാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്? ഒന്ന്, ക്രമരഹിതമായ വായ്പ നൽകുന്നു. ഒരേ ഈടിന്മേൽ പല വായ്പകൾ നൽകുന്നു. അതിനുശേഷം പിന്നീട് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. ഇതിൽ CPMന് വേണ്ടി പാർട്ടിക്ക് അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങുകയാണ്. ആ അക്കൗണ്ട് ഒരു കമ്പനിയുടെ പേരിൽ തുടങ്ങുന്നു. അതിലേക്ക് പണം മാറ്റുന്നു. പാർട്ടിയുടെ സ്വത്തുവകൾ എന്ന നിലയിൽ ഭൂമി വാങ്ങുന്നതിന് ഈ പണം ചെലവഴിക്കുന്നു. ഇത് ചെറിയൊരു ക്രമക്കേടല്ല. കാരണം ഈ ക്രമക്കേടിന് വേണ്ടി ദുരുപയോഗം ചെയ്തിരിക്കുന്ന പണം
സാധാരണക്കാരായ ആളുകൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു നിക്ഷേപം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കരുതൽ ധനം എന്ന നിലയിൽ അവർ സൂക്ഷിച്ചു വെച്ച പണമാണ്. അതിൻ്റെ പേരിൽ സ്വന്തം മക്കളുടെ വിവാഹത്തിന് അതല്ലെങ്കിൽ പ്രായമായ ആളുകളുടെ ചികിത്സാർത്ഥം അവർ ആവശ്യപ്പെട്ട പണം കൊടുക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തവർ എന്ത് ചെയ്യണമെന്നറിയാതെ ദുരിതം അനുഭവിക്കുന്ന ധാരാളം ആളുകളുടെ കണ്ണീര് വീണ കേസ് കൂടിയാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്. അതുകൊണ്ട് ഈ കേസിൽ ഇപ്പോൾ 28 പേർക്കെതിരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവർ കുറ്റപത്രം നൽകുകയും ഇപ്പോൾ അവരെ പ്രതി ചേർക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ പ്രഥമ ദൃഷ്ട്യാ ഇപ്പോൾ ആദ്യം ഇത് തുടങ്ങുമ്പോൾ IPC ഇട്ടിട്ടായിരുന്നു, IPCയിലായിരുന്നു ഈ കേസ് തുടങ്ങിയത്. പക്ഷേ പിന്നീട് BNS വന്നപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഇത് പ്രതി ചേർക്കപ്പെട്ട ആളുകൾക്ക് അവരുടെ ഭാഗം പറയാൻ, അതായത് പ്രതിഭാഗത്തിന് ഞങ്ങൾ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണങ്ങൾ പറയാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ആ ഭാഗം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ 28 പേർക്കെതിരെയും കേസുണ്ട്, നിങ്ങൾക്ക് തെളിവുണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും തന്നെ, അതിൽ AC മൊയ്തീനുണ്ട്, K രാധാകൃഷ്ണൻ MP ഉണ്ട്, തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉണ്ട്, ഇവരെല്ലാവരും തന്നെ ഇനി വിചാരണ നേരിടാൻ വേണ്ടി പോകുന്നു. CPM-നെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയമായി കെട്ടിച്ചമക്കപ്പെട്ട ഒരു കേസായിരുന്നു എന്നതാണ് അവരുടെ വാദം. ആ വാദം നിലനിൽക്കില്ല എന്നും ശരിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നതെന്നുമാണ് ED നിലപാട്. മാത്രമല്ല ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യം, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിൽ പണം നഷ്ടപ്പെട്ടവർ, അതിൽ ജീവിതം നഷ്ടപ്പെട്ട ആളുകൾ, അവർ സാക്ഷികളായി കൺമുന്നിലുണ്ട്. അതുകൊണ്ട് ഈ തട്ടിപ്പിന്റെ ചുരുളഴിയുന്ന നിലയിലേക്ക് ഈ അന്വേഷണം പോകുമോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. CPM-നെ സംബന്ധിച്ച് നിലവിലെ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പുറമെ CPM പാർട്ടിയുടെ ഈ വിഷയത്തിൽ വിശ്വാസ്യത തകർക്കുന്ന രീതിയിലുള്ള കനത്ത തിരിച്ചടിയാണ് കോടതിയുടെ ഇടപെടലിലൂടെ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഈ ആഷ്മിൻ, എനിക്ക് മനസ്സിലാത്ത കാര്യം, ഈ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ഉള്ളിൽ മറ്റൊരു കമ്പനി രൂപീകരിച്ച് ഇത്തരം പണം നിക്ഷേപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത് പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് പാവപ്പെട്ടവന്റെ പണം എടുത്ത് കൺവെർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരൻ അവനെന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ഈ സഹകരണ ബാങ്കിൽ പോയി പണം തിരിച്ചു ചോദിക്കുമ്പോൾ ഈ പണം അവിടെ ഇല്ല എന്ന് വന്നാൽ പ്രശ്നമാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിനെ കുറിച്ച് നമ്മൾ ഒരു ഫ്ലവേഴ്സ് ഒരു കോടിയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊക്കെ വളരെ ആഴത്തിൽ വന്നൊരു കാര്യം ഈ സാധാരണക്കാരായ നിക്ഷേപകരുടെ അവസ്ഥയാണ്. SK കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പാണ് സുരേഷ് ഗോപി ഒരു പദയാത്ര നടത്തി. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയായിരുന്നു. SK അവിടെ രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് മനുഷ്യന്മാരെ കണ്ടു. രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് മനുഷ്യന്മാരെ ആ സമരത്തിൽ അണിചേരാൻ, അത് BJP-യുടെ സമരമാണെന്നും അത് ഉറപ്പായും സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് നടത്തിയ പ്രചരണ പരിപാടിക്ക് തുടക്കമായിരുന്നു. അത് അടക്കമുള്ള വിഷയങ്ങൾ സുരേഷ് ഗോപിയുടെ വിജയത്തിനോട് കാരണമായി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വ്യക്തിപരമായി. SK അവിടെ ഒരുപാട് മനുഷ്യർ കണ്ടു. അതിലൊരാളെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് എന്തോ ഞരമ്പ് സംബന്ധമായ അസുഖത്തിൽ കാല് രണ്ടും ഇങ്ങനെ ആലില പോലെ വറക്കുന്ന അസുഖമാണ്. അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നം തോന്നുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ വീണു പോകുന്നതിൽ കാല് പുറക്കെയാണ്. വീൽ ചെയറിലിരുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ അടുക്കളയിൽ കുക്കായി ജോലി ചെയ്ത് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ചോര നീരാക്കി, അക്ഷരാർത്ഥത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഓരോ കോശം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി 5-6 ലക്ഷം കൊണ്ട് കരുവന്നൂർ ബാങ്കിൽ ഇട്ട് അടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ആ മനുഷ്യനെ പോലെയുള്ള ഒരുപാട് മനുഷ്യർ നമ്മളവിടെ കണ്ടു. അവിടെ ഫിലോമിന ദേവസ്വം അടക്കമുള്ള ആത്മഹത്യകൾ നമ്മൾ കണ്ടു. അവസാന നാളിൽ ആശുപത്രി 5, 6, 10 ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിൽ ഈ മട്ടിൽ ഈ പറഞ്ഞ ഗൾഫിലടക്കം പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് 6 ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിൽ കിടക്കെ അവസാന കാലത്ത് ചികിത്സയ്ക്ക് പണമില്ലാതെ മരിച്ചുപോയ മനുഷ്യന്മാരെ നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇവർ അടിച്ചു മാറ്റിയ പണം ഏതെങ്കിലും കാശുള്ളവൻ്റെ വീട്ടിലെ പണമല്ല. അങ്ങേയറ്റം സാധുക്കളായ, നിരാലംബരായ, അടിസ്ഥാന വർഗ്ഗങ്ങളായ, കഷ്ടപ്പെടുന്ന അത്താഴപ്പട്ടികളുടെ മനുഷ്യരുടെ പണമാണ് ഇവർ അടിച്ചു വരുന്നത്. അതുകൊണ്ട് ഇവർ ഏത് പാർട്ടി നേതാക്കളാണെങ്കിലും ED ആണെങ്കിലും പോലീസ് ആണെങ്കിലും പട്ടാളമാണെങ്കിലും അവർക്ക് കാലത്തിന്റെ കോടതിയിൽ മാപ്പില്ല. അവർ ശിക്ഷിക്കപ്പെടണം. ഒരു നോ ഡൗട്ട്, ഒരു തർക്കം അക്കാര്യത്തിലില്ല. അക്കാര്യത്തിൽ സംശയമില്ല. സ്കാൻ രണ്ടാമത് ED-യുടെ കാര്യമാണ്. ED-യുടെ കാര്യം എന്തുകൊണ്ടാണ് CPM അതിൽ പ്രതിയാവുന്നതെന്ന് ഗോവിചേട്ടൻ പറഞ്ഞു. അതിന്റെ വിധി പ്രസ്താവന അത് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് The Communist Party of India is a political party comprising of association of individuals and registered under the Representation of People's Act. And such association of individuals is to be treated as a company as defined in Section 70 of PMLA Act 2002. Since the said party is indulged in money laundering, it is liable to be prosecuted. എന്നാ പറഞ്ഞത്. അപ്പോൾ ED-ക്ക് അതിന് പ്രത്യേക ന്യായമുണ്ട്. SK 3 നേതാക്കൾ ഞാൻ പെട്ടെന്ന് നിർത്താവേ. AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, MM വർഗീസ് 2013 മുതൽ 2017 വരെയാണ് വളരെ റോബസ്റ്റായി ഈ കരുവന്നൂർ ബാങ്ക് മുന്നോട്ട് പോകുന്നു. ഇഷ്ടംപോലെ പണം, ഇഷ്ടംപോലെ വായ്പ കൊടുക്കുന്നു. ആ സമയത്ത് ഒരു സബ് കമ്മിറ്റി ഉണ്ടാകുന്നു. ആ സമയത്ത് ജില്ലാ സെക്രട്ടറി ആരാണ്? AC മൊയ്തീനാണ്. ആ സബ് കമ്മിറ്റിയുടെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ഈ സബ് കമ്മിറ്റി പറയുന്നവർക്ക് വായ്പ കൊടുത്താൽ മതി എന്ന സബ് കമ്മിറ്റി പറയാം. എന്നിട്ട് സബ് കമ്മിറ്റി പറയുന്ന ആരാണ്? ഈ ഭരണസമിതിക്ക് സംബന്ധിച്ചിരുന്ന പാർട്ടിക്കാർ, പാർട്ടി ബന്ധുക്കൾ, ഈ പറയുന്നത് പിന്നീട് പണം അടിച്ചുകൊണ്ട് പോയ ആൾക്കാർക്കൊക്കെ വായ്പ കൊടുത്തതിന് പ്രധാന സമയം ഈ സബ് കമ്മിറ്റി ആണ്. സബ് കമ്മിറ്റി വെച്ചത് AC മൊയ്തീൻ ആയതുകൊണ്ട് AC മൊയ്തീൻ ആ കേസിലെ പ്രതി. രണ്ടാമത് AC മൊയ്തീൻ മാറി K രാധാകൃഷ്ണൻ വന്നു. K രാധാകൃഷ്ണൻ മുമ്പ് സംഭവിച്ചെന്താണ്? K രാധാകൃഷ്ണൻ ഈ പറഞ്ഞ കരുവന്നൂർ ബാങ്കിൽ CPM-ന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങുന്നു. ഈ അക്കൗണ്ട് എന്തിനാണ്? ഞാൻ ED കണ്ടെത്തലാണ്. അക്കൗണ്ട് തുടങ്ങുന്നത് ഇത്തരത്തിൽ ആ സബ് കമ്മിറ്റി പറഞ്ഞ് ഈ പറയുന്ന വായ്പ കൊടുത്ത ആളുകളുടെ ഭാഗത്തുനിന്ന് കമ്മീഷൻ വാങ്ങി ഇടാൻ വേണ്ടി CPM-ന്റെ ബിൽഡിംഗ് അക്കൗണ്ട് എന്ന രീതിയിൽ ഈ കരുവന്നൂർ അക്കൗണ്ട് തുടങ്ങുന്നു. അങ്ങനെ രാധാകൃഷ്ണൻ പ്രതി. ഇനി MM വർഗീസ് പ്രതിയാവുന്നത് എങ്ങനെയാണ്? MM വർഗീസ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഈ പറയുന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ അനധികൃതമായി കൊടുത്ത വായ്പ കൊടുത്ത
ആ കമ്മീഷൻ കൂട്ടിയിട്ട ആ അക്കൗണ്ടിലെ പണം എടുത്തുകൊണ്ട് വർഗീസിന്റെ പേരിൽ പാർട്ടി സ്വത്ത് വാങ്ങുന്നു, അങ്ങനെ വർഗീസും പ്രതി എന്ന് പറഞ്ഞാൽ ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഇതിനൊക്കെ രേഖകളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കേവലം രാഷ്ട്രീയ വേട്ടയാണെന്ന് പറഞ്ഞു നിൽക്കാൻ CPM കഴിയുമോ എന്ന് അറിഞ്ഞ നേരത്തെ ഗോപിച്ചേട്ടൻ പറയുന്ന പോലെ ഇത് കഴുത്തിലൊരു കല്ല് കിട്ടിയിട്ട മട്ടിൽ അവിടെ കിടക്കും. SK അതോടൊപ്പം തന്നെ പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. ഈ കഴിഞ്ഞ വർഷമാണ് ARIMBയുടെ ചോദ്യത്തിന് മറുപടിയായി പങ്കജ് ഗുപ്ത മന്ത്രി സഭയിൽ കൊടുക്കുന്ന മറുപടി 2015 മുതൽ 25 വരെ 195 രാഷ്ട്രീയക്കാർക്കെതിരെ കേസെടുത്തു ED. 2 പേരാണ് ശിക്ഷിക്കപ്പെടുന്നത്. 2 പേരാണ് കുറ്റം തെളിയിക്കാനായത്. ബാക്കിയുള്ളവരുടെ കേസ് അവിടെ കിടക്കുന്നുണ്ട്, അവരുടെ സ്വത്തുകൾ ഫ്രീസാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കേസൊക്കെ അന്വേഷണ വഴിയിൽ തെളിച്ച് കോടതിയിൽ ഇവർ കുറ്റക്കാരെന്ന് കണ്ടെത്തോ നീതി കണ്ടെത്തോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഓക്കെ, സുഹൈൽ മുഹമ്മദ്. എന്തായാലും ഈ വിഷയത്തിൽ ED ഇവിടുത്തെ ഏറ്റവും എഫിഷ്യന്റ് ആയ ട്രാൻസ്പെറന്റ് ആയ ഒരു അന്വേഷണ മെക്കാനിസമാണ്, വെപ്പണാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ആശ്മിക തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ് എടുത്ത കേസുകൾ. പക്ഷേ കരുവന്നൂരിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ഈ ഫോൺ ഇവിടെ ഇത്രയും നേരം ഉണ്ടായിരുന്നു, ഞാൻ എടുത്തു മാറ്റലില്ല. അവിടെ എവിഡൻ്റ് ആണ്, അവിടെ നിക്ഷേപിച്ച പണമില്ല. അപ്പോൾ അവിടെ ഒരു പറഞ്ഞ പോലെ ക്രൈം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരു അന്വേഷണം വരുമ്പോൾ EDയുടെ രാഷ്ട്രീയ പ്രേരിതമായ കേസ് എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം മെറിറ്റ് ഉണ്ട്, എത്രത്തോളം അടിസ്ഥാനമുണ്ടെന്ന കാര്യം വിശ്വസിക്കുന്നില്ല. 1. 2, ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും ഈ കരുവന്നൂർ എന്ന് പറഞ്ഞ വിഷയം CPM ഒരു പൊളിറ്റിക്കൽ ഈഗോയാണ്. ഈ പറഞ്ഞ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടിയ 130 കോടി സബ്ജക്ട് കണക്ഷനാണ്. അത് ഇപ്പോഴും ആ ബാങ്കിലേക്ക് കൊടുത്ത് നിക്ഷേപകർക്ക് തിരികെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പണം ഇപ്പോഴും പുതിയ ഭരണസമിതിയും കൈപ്പറ്റിയിട്ടില്ല. അവരിപ്പോഴും നിയമപരമായിട്ടുമായി മുന്നോട്ട് പോവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിക്ഷേപം വിട്ട സാധാരണക്കാരൻ്റെ മനുഷ്യനാണ്, അവൻ്റെ ജീവിതമാണ് വലുതെങ്കിൽ ആ പണം നിക്ഷേപകർക്ക് തിരികെ കൊടുക്കാം. 1. 2, ഈ പറഞ്ഞതുപോലെ കരുവന്നൂരിൽ ഈ പറഞ്ഞ നേതാക്കളെ പ്രതി ചേർത്തതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. നേരത്തെ ആശ്മിക അത് പറഞ്ഞു. കാരണം ഒരു ബാങ്കിൽ കടം കൊടുക്കേണ്ടത്, വായ്പ കൊടുക്കേണ്ടത് അവിടുത്തെ ബാങ്ക് ബോർഡാണ്. പക്ഷേ കരുവന്നൂർ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിരുന്നു. അതിന് നേതൃത്വം AC മൊയ്തീൻ ആയിരുന്നു. 2, ഈ പറഞ്ഞതുപോലെ പാർട്ടി അനൗദ്യോഗികമായ ഒരു അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്തു, അതിൽ പണം വന്നിരുന്നു. ആ പണമായി വേറൊരാൾ സ്ഥലം വാങ്ങിയിരുന്നു. അങ്ങനെയാണ് 3 പേർ പ്രതി ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് പ്രതി ചേർക്കപ്പെട്ടു എന്നതിന് കൃത്യമായ കാരണമുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വന്ന EDയുടെ നീക്കം അതൊരു ED രാഷ്ട്രീയപരിതമായി ഉണ്ടാക്കിയ നീക്കമല്ല. അതായത് ഈ കരുവന്നൂർ കേസിൽ 2 ഘട്ടമായാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ആദ്യ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ആ സമയത്ത് നിലനിന്നിരുന്ന IPC ഇന്ത്യൻ പീനൽ കോഡാണ്. രണ്ടാമത്തെ കേസിൽ ഇവരെയൊക്കെ പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം 28 പേരെ പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിൽ അന്ന് ഭാരതീയ ന്യായ സംഹിതയാണ് BNSന്റെ പുതിയ പ്രൊവിഷൻ അനുസരിച്ച് ഇത്തരത്തിലൊരു അന്വേഷണ ഏജൻസി കേസെടുത്തു കഴിഞ്ഞാൽ അത് വിചാരണ ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്തതാണ്. വിചാരണ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഈ കേസിൽ വിധി തീർപ്പാക്കാനായിട്ടില്ല, വിചാരണ തുടങ്ങും മുമ്പ് പ്രതിപട്ടികയിൽ ചേർത്തവർക്ക് അവരുടെ വാദം പറയാൻ, അവർ പ്രതികളാണോ, നിങ്ങൾക്കെതിരെ തെളിവുകളുണ്ടോ എന്നൊക്കെ പരിശോധിക്കപ്പെടാൻ ഒരു വേദിയുണ്ട്. ആ വേദിയിലാണ് അവരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AC മൊയ്തീൻ അടക്കമുള്ളവർ കോടതിയിൽ ഹർജി നൽകിയത്. അത് തള്ളിക്കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പ്രതികളാണ്. അതായത് പ്രതികൾ എന്ന് പറയുമ്പോൾ ടേമിൽ ഇനി വിചാരണ ബാക്കിയാണ്. വിചാരണ കഴിഞ്ഞ് ആ വിചാരണയ്ക്ക് പൂർത്തിയാക്കി ഇവരുടെ മേൽ കുറ്റം ചാർത്തിയതിനു ശേഷം ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ സ്വാഭാവികം നമുക്ക് പ്രതികൾ എന്ന് പറയാൻ കഴിയൂ. അതുകൊണ്ട് നിലവിൽ അവർ പ്രതികൾ എന്ന് പറയുന്ന അവർ കുറ്റം ചെയ്തു എന്നുള്ളതല്ല, അത് പ്രൂവ് ചെയ്യാൻ അവർ ചെയ്തിട്ടില്ല, അവരുടെ ഇന്നസെന്റ് പ്രൂവ് ചെയ്യാൻ അവർക്കൊരു അവസരം അവിടെ ഉണ്ട്. അപ്പോഴും ഞാൻ പറയുന്നത് ED ഒരു കേസുമായി വരുമ്പോഴേക്ക് അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നത് അനുചിതമല്ല. കാരണം പ്രത്യേകിച്ച് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം. അത് ഏത് മെക്കാനിസം, ഏത് മെഷീനറി വന്ന് ഈ കേരളത്തിൽ കേസെടുത്താലും അതിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. കരുവന്നൂരിന്റെ കേസിൽ നമുക്ക് ഒരു തരത്തിലും രാഷ്ട്രീയ പ്രേരിതം വേണമെങ്കിൽ ഈ പറഞ്ഞ ED കേസ് തരാതരം പോലെ ചില സമയങ്ങൾ ഉയർന്നു വരും, ചില സമയങ്ങൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, ചില സമയങ്ങൾ നോട്ടീസ് അയക്കും. ആ വരുന്ന ടൈം ഓഫ് ഒക്കറൻസ് ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടാകും. പക്ഷേ ഈ കേസിൽ കൃത്യമായ ഒരു മെറിറ്റ് ഉണ്ട്. നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ആകുലതകൾ, അതിന്റെ വേദനകൾ ഇപ്പോഴും അനുഭവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവർക്ക് നീതി വേണം. ആ നീതിക്ക് ആരൊക്കെയാണ് അവരുടെ പണം മോഷ്ടിച്ചത്, ആരൊക്കെയാണ് അവരുടെ പണം പുട്ടടിച്ചത്, അവർക്കെതിരെ നടപടി ഉണ്ടാകണം. അത് ഏത് സർക്കാർ മെക്കാനിസം ആണെങ്കിലും, ഏത് സർക്കാർ മെഷീനറി ആണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കരുവന്നൂർ മാത്രമല്ല, വടകര ഒരു ആത്മഹത്യ. വടകര ഈ പറഞ്ഞ UDF നേതൃത്വത്തിന്റെ എന്ന് പറയപ്പെടുന്ന ഒരു ബാങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഈ പറയുന്ന പോലെ പ്രവാസിയൊക്കെയാണ്, അവിടെ പൈസ ഇട്ടിട്ട് പൈസ ചോദിച്ച് കൊടുക്കാതെ ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അവിടെ ഒരു അവിടുത്തെ കോഫി ഹൗസിന് മുന്നിൽ വളപ്പൊട്ടൊക്കെ വിറ്റ് ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിച്ച മനുഷ്യനാണ്. വളപ്പൊട്ടൊക്കെ ജീവിച്ച് കാലൊക്കെ നമ്മൾ ചർച്ച ദിവസം എടുത്തായിരുന്നു. കാലൊക്കെ വല്ലാത്ത നീര ഇഴഞ്ഞിഴഞ്ഞ ആത്മഹത്യക്ക് മുമ്പ് ഓഡിയോ ക്ലിപ്പ് ഇടുകയാണ്. ഏത് രീതിയിലാണ് അവിടുത്തെ നേതൃത്വം അദ്ദേഹത്തെ വേട്ടയാടിയത് എന്ന് പറഞ്ഞാൽ ഓഡിയോ ക്ലിപ്പ് ആത്മഹത്യ ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ഒരു ആത്മഹത്യയുണ്ട്. നമ്മൾ ഞാൻ ആദ്യപ്പോൾ തുടങ്ങിയ കാലം മുതൽ തന്നെ അഞ്ചേട്ടൻ നമ്മുടെ ഒരു വളരെ അടുത്ത തെരഞ്ഞെടുപ്പ് അറിയായിരിക്കും. അടുത്ത സുഹൃത്ത് പാവം പിടിച്ച മനുഷ്യൻ, BJP നേതാവാണ് അദ്ദേഹം. അത് ഭരണസമിതിയുടെ ഭാഗമായിരുന്നു. പാവം പിടിച്ച മനുഷ്യൻ, അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ കാരണമുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ വ്യാപകമായ പ്രശ്നങ്ങളുണ്ട്. അത് കരുവന്നൂർ മാത്രമല്ല, അത് ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നത് മാത്രമല്ല, വ്യാപകമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അത് അടിയന്തരമായി പരിഹരിക്കണം. കാരണം ഇപ്പോൾ SK എന്ത് പറഞ്ഞാലും ഈ സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറയാണ്, നട്ടലാണ്. അക്കാര്യം തർക്കമില്ല. അതുകൊണ്ട് ഒരുപാട് പേർ
ജീവിച്ചു പോകുന്നുണ്ട്, ഒരുപാട് പേർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ആ മേഖലയുടെ നാശം കാത്തിരിക്കുന്നവരുടെ കയ്യിലുള്ള ഒരു വടിയെ കൊണ്ട് കൊടുക്കലാണ് ചെയ്യുന്നത് എന്നുകൂടി പറയാം. ഈ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം എത്ര BJP നേതാക്കന്മാർക്കെതിരെ ED കേസെടുത്തു അങ്ങനെയൊക്കെ പറയാമെങ്കിലും ഈ കരുവന്നൂർ പോലെയുള്ള ആഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ സഹകരണ ബാങ്ക് കേരളത്തിൻ്റെ ഒരു ബാക്ക് ബോൺ ആണെന്ന് പറയുമ്പോൾ തന്നെ ഈ സഹകരണ ബാങ്കുകളിൽ പല അതിക്രമങ്ങളും നടക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് പല കാരണങ്ങളാൽ ഈ കാലാകാലത്തിലിരിക്കുന്ന സർക്കാരുകളൊക്കെ തന്നെ സഹകരണ ബാങ്കിലെ ഈ അഴിമതി തടയാനും ഒന്നും ശ്രമം നടത്തിയിട്ടില്ല. പല കാരണങ്ങൾ അതിനുണ്ടാവാം. അപ്പോൾ ഈ ഒരുപക്ഷെ ഈ ഒരു കേസ്, ഈ കരുവന്നൂരിലെ കേസ് എന്ത് കാരണത്താലും ED മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയില്ല. സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് അല്ലെങ്കിൽ ക്രമക്കേടുകൾ എന്നൊക്കെ പറയുന്നത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം. കാരണം കരുവന്നൂർ കേസ് വന്ന സമയത്ത് തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ഒട്ടേറെ ബാങ്കുകളിലെ ക്രമക്കേടുകൾ പുറത്തു വന്നിരുന്നു. നമ്മൾ തന്നെ എത്രയോ വാർത്തകൾ എക്സ്ക്ലൂസീവായിട്ട് കൊണ്ടുവരികയും അതൊക്കെ വലിയ സമൂഹത്തിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കരുവന്നൂരിൻ്റെ പുറകിൽ ED വിടാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം CPIM-നെ പൂട്ടുക എന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ ഒരു കേസിൽ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് K. രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ AC മൊയ്തീൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട CPIM നേതാക്കളാണ് ഈ കാര്യത്തിൽ പ്രതിപട്ടികയിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ആവേശം, അമിതാവേശം കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഈ കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ സുഹേൽ സൂചിപ്പിച്ചതുപോലെ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മാത്രമല്ല സമാനതകളില്ലാത്ത ക്രമക്കേടുകളാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യവും ED അക്കമിട്ട് പറയുന്നതിൽ വസ്തുതയുണ്ട് എന്നുള്ളത് നമുക്ക് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ തനേഷിനോട് ഒറ്റ കാര്യം, ഇതാരാ അന്വേഷിക്കേണ്ടത്? പിന്നെ അല്ല, ED അന്വേഷിക്കട്ടെ. അത് ഞാൻ പറഞ്ഞത് ഇത് CPIM-ന് പറ്റിയൊരു വലിയ പിഴവ് എന്താണെന്നറിയോ? ഈ അന്വേഷണം ഒക്കെ നടക്കുന്നതിന് മുമ്പ് ഇത് ആദ്യത്തെ പരാതി പോകുന്നത് CPIM-ന് മുമ്പിലാണ്. ഒരു MV സുരേഷ് എന്ന് പറയുന്ന ആ ബാങ്കിലെ ജീവനക്കാരനും CPIM-ന്റെ ഒരു പ്രവർത്തകനുമായിട്ടുള്ള ആളാണ് ഈ ഒരു പരാതി പാർട്ടി കൊടുക്കുന്നത്. പാർട്ടി അത് കണ്ടമട്ടിലെടുത്തില്ല. പാർട്ടി സ്ഥിരം ചെയ്യുന്ന CPIM-ന് എപ്പോഴും പറ്റുന്ന ഒരു പിഴവുണ്ടല്ലോ, പാർട്ടിയിൽ ഒരു തെറ്റുണ്ട് എന്ന് അന്വേഷണ റിപ്പോർട്ട് പോയി, അതിനുമുണ്ട് ഇതെല്ലാം പാർട്ടിക്കാരാണെന്നേ. ഈ പോയ മനുഷ്യന്മാരൊക്കെ വേറെ പാർട്ടിക്ക് കൂടുതലും CPIM ബന്ധമുള്ള ആൾക്കാർ തന്നെയാണ്. അങ്ങേറ്റ പാവ മനുഷ്യന്മാരാണ്. അടിസ്ഥാനപരത്തിൽ അത് പാർട്ടിക്ക് അറിയാത്തതല്ല. ഈ പണം പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആത്മഹത്യയല്ലാതെ മറ്റു മാർഗ്ഗമില്ലാത്തവരാണെന്ന് അറിയാത്തതല്ല. എന്നിട്ട് കണ്ണടച്ച് അടിച്ചു മാറ്റാൻ കൂട്ടുന്നു എന്ന് തന്നെ പറയണം. എന്നിട്ട് ED വരികയാണ്. EDക്ക് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാവും. പക്ഷെ EDയുടെ കയ്യിൽ അടിക്കാൻ ഒന്നാം തരം വടി ചെത്തിമെതി കൊടുത്തു എന്നുള്ളതാണ് ഈ വിധി പ്രസ്താവം വായിച്ചാൽ ഗൗരവത്തിൽ പാർട്ടി എടുത്തിട്ടില്ല. ഇപ്പോഴാണ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്കും സംഭവം പ്രശ്നമായി. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസ്താവന വന്നിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിന്റെ പേരിൽ CPIM-ന്റെ സമുന്നത നേതാക്കളെ വിടാതെ വേട്ടയാടാനുള്ള നീക്കത്തിന്റെ തുടർച്ചയാണ് PMLA കോടതിയുടെ തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും MP-യുമായ K. രാധാകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗവും MLA-യുമായ AC മൊയ്തീൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് അടക്കമുള്ളവർക്ക് അടുത്ത 4-ന് ഹാജരാവാൻ സമൻസ് അയച്ചിരിക്കുകയാണ്. സഹകരണ മേഖലയിൽ നടന്ന ക്രമക്കേടിന്റെ പേരിൽ പാർട്ടിയെയും അക്കാലത്ത് ജില്ലാ സെക്രട്ടറിമാരായിരുന്നവരെയും പ്രതി ചേർക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. ഇവരെ രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതി ചേർത്തത് എന്ന് വ്യക്തമാണ്. BJP-യുടെ ദാസന്മാരായി നിന്നുകൊണ്ട് ജനകീയ നേതാക്കളെ അപകീർത്തിപ്പെടുത്താനും അതുവഴി പാർട്ടിയെ തന്നെ ദുർബലപ്പെടുത്താനുമുള്ള ആസൂത്രിത പദ്ധതികളുടെ ഭാഗമാണിത്. അതിനു മുന്നിൽ കീഴടങ്ങാൻ CPIM ഒരുക്കമല്ല. K. രാധാകൃഷ്ണനും AC മൊയ്തീനും MM വർഗീസും അടക്കമുള്ള നേതാക്കളെ ജനങ്ങൾക്ക് നന്നായി അറിയാവുന്നവരാണ്. അവർ അഴിമതി നടത്തിയെന്നോ ആരുടെയെങ്കിലും കൊള്ളയടിച്ചുവെന്നോ കള്ളപ്പണം വെളുപ്പിച്ചുവെന്നോ ED പറഞ്ഞാൽ വിശ്വസിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ഇവർ കരുവന്നൂർ ബാങ്കിലെ അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരാനും ബാങ്കിനെ രക്ഷിച്ചെടുക്കാനും ശ്രമിച്ചവരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഗ്രാൻഡ് ഡിബേറ്റ് തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ കലൂരിലെ PMLA കോടതി ഇന്നൊരു ഉത്തരവിട്ടു. CPIM നേതാക്കളായ പ്രതികൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നായിരുന്നു കോടതി ഇന്ന് വ്യക്തമാക്കിയത്. ഇതിനെക്കുറിച്ച് പാർട്ടി ഒരു നിലപാടെടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്ത് R. ശ്രീജിത്ത് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് ഈവനിങ്. പറയൂ ശ്രീജിത്ത്, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന തനേഷ് തമ്പി വായിച്ചു. എന്താണ് പാർട്ടിയുടെ കൂടുതൽ നിലപാട്? BJP-യുടെ ഒരു ഗൂഢലക്ഷ്യമാണ് ഇതിൽ തെളിയുന്നത് എന്നുള്ള നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണോ? CPM കരുവന്നൂർ ED കേസുമായി ബന്ധപ്പെട്ട് നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത് വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിന്റെ പേരിൽ CPM-ന്റെ നേതാക്കളെ വേട്ടയാടാനുള്ള നീക്കത്തിൽ തുടർച്ചയാണ് PMLA കോടതിയുടെ തീരുമാനത്തോട് വ്യക്തമായിരിക്കുന്നതെന്നാണ് പറയുന്നത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായ AC മൊയ്തീനും അതോടൊപ്പം തന്നെ K. രാധാകൃഷ്ണനും സംസ്ഥാന സമിതി അംഗം AC മൊയ്തീനും ഒക്കെ ജനനേതാക്കളാണ്. അവർ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയെന്നോ അല്ലെങ്കിൽ പണം ആരെങ്കിലും കൊള്ളയടിച്ചു എന്നോ പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിരട്ടൽ നടപടികളൊന്നും CPIM-നോട് ചെലവാകില്ല. അതൊക്കെ കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെയും ED-യുടെയും വ്യാമോഹം മാത്രമാണ് എന്നാണ് ഈ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഈ കേസിനെ നിയമപരമായും
രാഷ്ട്രീയമായി നേരിടും. ഈ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിക്കെതിരെയും ഒപ്പം തന്നെ അതിന്റെ ജില്ലാ സെക്രട്ടറിമാർക്കെതിരെയും കേസെടുക്കുന്നത്, പ്രതിയാക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണെന്നും ഈ വാർത്താക്കുറിപ്പിൽ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ആർ ശ്രീജിത്ത്. അപ്പം ചില പ്രേക്ഷകരൊക്കെ ഇതിനെക്കുറിച്ച് കടുത്ത അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റിൻ നമ്പ്യാത്ത് എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ പറയുകയാണ്, CPM തന്നെ അണികളും അടിമകളാണ് അവർ, നിക്ഷേപകരാണെങ്കിലും അവർ പാർട്ടി വരയ്ക്കുന്ന വരയിൽ നിൽക്കുമെന്ന് ഒരു വിശ്വാസം ബാങ്ക് ഭരണാധികാരികൾക്കും പാർട്ടിക്കും ഉണ്ടായിരുന്നു. പിന്നീട് സബ് കമ്മിറ്റിക്കും ഉണ്ടായി. അതാണ് ഇപ്പോൾ പൊളിഞ്ഞതെന്നാണ് പ്രേക്ഷകൻ പറയുന്നത്. അത് കഴിഞ്ഞൊരു ഭരണസമിതി തെരഞ്ഞെടുപ്പുണ്ടായി. അതിൽ CPM വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് വന്നത് വേറെ കാര്യം. ഇവിടെ പ്രശ്നമുണ്ട്. കാരണം അവിടെ അംഗങ്ങളായിരുന്നവർ നേരത്തെ തെരഞ്ഞെടുപ്പിച്ച അംഗങ്ങളാക്കിയ ബാങ്കാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജയിക്കാൻ സാധ്യതയില്ല. CPM-ന്റെ പ്രശ്നമാണെന്ന് ഈ പറഞ്ഞ ബാക്കി അംഗങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കില്ലോ. CPM വിജയ് പോട്ടെ വേറെ കാര്യം. ഡൽഹി കോടതിയിൽ SFI ഒരു കുറ്റപത്രം കൊടുത്തു. SFI കുറ്റപത്രം കൊടുത്ത പാട് ED CMR സമൻസ് അയച്ചു. അതിനെതിരെ CMR കോടതിയിലേക്ക് പോവുകയും അതിപ്പോൾ ആകെ അലമ്പ കിടക്കാണ്. നേരത്തെ സുഹൈൽ പറഞ്ഞതാണ്, BNS പുതിയ പ്രകാരം കുറ്റപത്രം സമർപ്പിച്ച പ്രീ ട്രയൽ എന്ന മട്ടിൽ, അതൊരു മിനി വിചാരണ അല്ല എന്ന് പറയുമ്പോൾ പോലും ഒരു പ്രീ ട്രയൽ എന്ന മട്ടിൽ കോടതിക്ക് മുന്നിൽ പ്രതികൾക്ക് വരാം, അവർക്കവരുടെ വാദങ്ങൾ വാദിക്കാം, ഞങ്ങളിതിൽ കുറ്റക്കാരില്ലെന്ന് വാദിക്കാം. അങ്ങനെ വാദങ്ങൾ പൂർത്തിയായതിനു ശേഷമാണ് PMLA കോടതി കാര്യം പറഞ്ഞത്. ശരിയാണ്, കേരളാദാസ് അടക്കമുള്ളവർ അഴിമതി കാണിക്കും, കട്ടുമുടിക്കും, ആരും വ്യക്തിപരം ഞാനും കരുതുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം ഒരു സബ് കമ്മിറ്റി ഉണ്ടായോ എന്നുള്ളതാണ് പ്രശ്നം. റോഷൻ നാരായണൻ അടക്കം വർഗീസ് അടക്കം 2 കോടി രൂപ ആ സബ് കമ്മിറ്റിയുടെ സ്വാധീനത്താൽ ഈ ഭരണസമിതി അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അവിടെ പാർട്ടിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങോട്ടേക്ക് വന്ന 10 ലക്ഷം രൂപ കമ്മീഷനാണോ എന്നുള്ളതാണ്. ആ അക്കൗണ്ടിലുള്ള പണം എടുത്തുകൊണ്ട് പാർട്ടി സ്വത്ത് വാങ്ങി എന്നുള്ളതാണ്. ഇതൊക്കെ ബാങ്ക് അക്കൗണ്ട് ബൈ ത്രൂ രേഖയുള്ള സാധനമാണ്. അതാണ് ED കോടതിയിൽ പറയുന്നത്. അപ്പോൾ ഈ രേഖകൾ അവിടെ കിടക്കുമ്പോഴേക്കും ഇത് പൂർണ്ണമായി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് അടച്ചു പറയുന്നത് എങ്ങനെയാണ്? ആ രേഖകൾ കൃത്യം മറുപടി കൊടുക്കണം. ഇപ്പം AC മൊയ്തീൻ അടക്കമുള്ള വാദം, ഒരാൾ മുൻ MLA-യും ഒരാൾ മുൻ MP-യുമാണ്, അതുകൊണ്ട് പ്രോസിക്യൂഷൻ അനുമതിക്ക് സർക്കാർ അനുവാദം വേണം എന്നടക്കമുള്ള വാദങ്ങൾ യഥാർത്ഥത്തിൽ അവർ കോടതിയിൽ ഉന്നയിച്ചത്. ആ വാദങ്ങൾക്ക് ഇത് നിലനിൽക്കുമെന്ന് അറിയില്ല. അപ്പോഴും ഞാൻ പറയുന്നു, ED എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അങ്ങ് രാഷ്ട്രീയ പക്ഷപാതം ഇല്ലാത്തവരാണെന്ന് ആരും പറയില്ല. ഏത് തരത്തിലാണ് അത് കൺവിക്ഷൻ റേറ്റ് അടക്കം, ഈ പറയുന്ന എടുത്ത നേതാക്കളുടെ, പ്രതിപക്ഷ നേതാക്കളുടെ ഇപ്പോൾ ലിസ്റ്റ് അടക്കം, ഏറ്റവും അരവിന്ദ് കെജ്രിവാൾ കേസ്, നാഷണൽ ഹെറാൾഡ് കേസിലടക്കം സംഭവിച്ച കാര്യങ്ങളടക്കം അതിൽ ഉറപ്പായും അത് മെറിറ്റുള്ള വാദമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കേസിൽ കണ്ടന്റ് ഉണ്ട്. ഈ കേസിൽ ED ആരോപിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവ് അവർ ബാങ്ക് റെക്കോർഡുകളുടെ രൂപത്തിൽ, രേഖാപരമായ രൂപത്തിൽ കോടതിയിൽ ബോധിപ്പിക്കുന്നു. കോടതിക്ക് ഇത് ബോധ്യപ്പെടുന്നു. കോടതിക്ക് ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ട്രയൽ നേരിടുന്നു എന്ന് പറയുന്നത് ED അല്ല, അത് പറഞ്ഞത് PMLA കോടതിയാണ്. അതിന് ചെറുതായി കാണാൻ പറ്റില്ല. ഞാൻ ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കേസ് യഥാർത്ഥത്തിൽ CPM-നെ വെട്ടിലാക്കുന്നതാണ്. ഇപ്പോൾ CPM-ന്റെ വാർത്താക്കുറിപ്പിലൂടെ അവർ എത്ര പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ആ തട്ടിപ്പിൽ കാരണക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും, ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നു ആ പദവിയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിക്ക് മുകളിൽ ഒരു സബ് കമ്മിറ്റി നിയോഗിക്കുക. ആ സബ് കമ്മിറ്റി കാര്യങ്ങൾ തീരുമാനിക്കുക, ആർക്ക് വായ്പ കൊടുക്കണം, എങ്ങനെ വായ്പ കൊടുക്കണം, എന്നിട്ട് അവിടെ പാർട്ടിയുടെ, കമ്പനിയുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക, ആ അക്കൗണ്ടിലേക്ക് പണം മാറ്റിവെക്കുക. അതിനുശേഷം പിന്നീട് പാർട്ടി പ്രോപ്പർട്ടി വാങ്ങുക. ആ പണം മുഴുവൻ ഈ രീതിയിൽ ചെലവാക്കപ്പെട്ടതാണെന്ന് ED-യെ പോലൊരു അന്വേഷണ ഏജൻസി കണ്ടെത്തുക. ഞാൻ പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സ്ട്രൈക്ക് റേറ്റും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും അല്ലെങ്കിൽ അവർ രാഷ്ട്രീയ ചട്ടുകമായി മാറുന്നുണ്ടോ എന്നതൊക്കെ നമുക്കൊരു ആരോപണമായി പറയാം. അതിപ്പോൾ ഏത് ഏജൻസിയെ പറ്റി പറയാം. ഇപ്പോൾ CBI പറ്റി പറയുമ്പോഴും നമ്മളിത് പറയുന്നു. കേരളത്തിൽ വിജിലൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്നു അത് സർക്കാരിന്റെ ആമാണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഈ ആരോപണമൊക്കെ എവിടെയും ഉന്നയിക്കാം. പക്ഷേ ഒരു കണ്ടന്റ് ഉള്ള, അതായത് ജനങ്ങൾക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ പൈസ എവിടെ പോയി എന്ന് കണ്ടെത്താനും അതിന് കാരണക്കാരായി അത് കൈയിട്ട് വാരിയവരാരാണ് എന്ന് കണ്ടെത്താനും ഒരു അന്വേഷണ ഏജൻസി തെളിവുകൾ സഹിതം, ഇപ്പൊ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ PMLA കോടതിയുടെ മുന്നിലാണുള്ളത്. ഈ വരുന്ന 4-ാം തീയതി ഈ പറയുന്ന CPM-ലെ പ്രമുഖ നേതാക്കൾക്കൊക്കെ ആ കോടതിയിൽ നേരിട്ട് ഹാജരാകണം. അവർ വിചാരണയിലൂടെ കടന്നു പോകണം. ഞങ്ങളെ പ്രതി ചേർക്കാൻ പറ്റില്ല എന്ന വാദം അവർ അവിടെ പറഞ്ഞു. അത് കോടതി അംഗീകരിച്ചിട്ടില്ല. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ഇവർ ഉൾപ്പെടുന്ന, അതായത് MP-യും MLA-യും ഉൾപ്പെടുന്നവർ ഈ ഭരണ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അവരുടെ മൂക്കിന് താഴെയാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇനി അതല്ല, ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അദൃശ്യ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതി മുൻപാകെ ബോധ്യപ്പെടുത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം CPM പോലൊരു പാർട്ടിക്കുണ്ട്. അതല്ലാതെ ഞങ്ങൾ ഇതെല്ലാം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്, ഇതെല്ലാം രാഷ്ട്രീയ കളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസിൽ നിന്ന് CPM-ന് പ്രതിരോധം തീർക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ ഈ കേസിന്റെ മെറിറ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നമുക്ക് മുമ്പിൽ കുറേ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് ഇവിടെ ഉണ്ടായിരുന്നു. ED കാര്യമായിട്ട് അന്വേഷിച്ചാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, രാഷ്ട്രീയ പ്രേരിതമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം ഈ അന്വേഷണത്തിന്റെ ഫോക്കസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സ്വർണം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്നുള്ളതല്ല അന്വേഷിച്ചത്, എങ്ങനെ പിണറായി വിജയനിലേക്ക് എത്താം എന്നുള്ളതാണ് അന്വേഷിച്ചത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ കേസ് ഒന്നുമല്ലാതായി പോയി. അതുപോലെയാണ് ഈ ഒരു കേസിലും. അതുപോലെ രാഷ്ട്രീയ നേതാക്കളെ കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ
നമുക്ക് പറയാൻ കഴിയില്ല ഈ കേസ് എവിടെ എത്തുമെന്നുള്ളത്. ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൊടകര കേസൊക്കെ ED അന്വേഷിച്ച് നടന്ന കേസാണ്. അതൊക്കെ ഇപ്പോൾ എവിടെ എത്തി എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് ED ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെലക്റ്റീവ് ആണ് എന്നുള്ള കാര്യം ഈ കേരളത്തിലെ ഉദാഹരണം മാത്രമല്ല, രാജ്യമെമ്പാടുമുള്ള ഉദാഹരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള കേസുകൾ തെളിവുകൾ സംസാരിക്കുന്നുണ്ട്. അത് തന്നെയാണ് SKN. തെളിവുകൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനകത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ ഈ ക്രമക്കേട് നടത്തിയിട്ടുള്ളവരെ കണ്ടെത്തണം എന്നുള്ള കാര്യത്തിലും സംശയവുമില്ല. പക്ഷേ ഇങ്ങനെ ഫോക്കസ് എങ്ങോട്ടാവണം, അതായത് ഈ ക്രമക്കേടിലാണോ ഫോക്കസ് വേണ്ടത്, അത് അല്ലാതെ രാഷ്ട്രീയമായി എതിരാളികളെ കൊടുക്കുക എന്നുള്ളതാണോ ലക്ഷ്യം എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ED മുന്നോട്ട് തെളിവുകൾ പറയുകയാണ്, അത് ED ശരിയാണെന്ന് അവർ പറയട്ടെ. ശരി, ED രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് വാദിക്കാം. അത് പറയേണ്ടത് ജനങ്ങളോട് പറയേണ്ടത്. ജനങ്ങൾക്ക് ഇത് ഫുൾ പ്രൂഫായി മനസ്സിലാവണം, അല്ലേ? അല്ലാതെ മനസ്സിലാവുന്ന ഇത് അന്ധമായി ഇത് മുഴുവൻ EDയുടെ രാഷ്ട്രീയ വേട്ടയാണെന്ന് മനസ്സിലാക്കുന്ന CPM പ്രവർത്തകർ മാത്രമായിരിക്കും. അല്ലാതെ പൊതുജനത്തോട് പറയുമ്പോഴേക്കും എന്തുകൊണ്ട് ഇത് രാഷ്ട്രീയ വേട്ടയാണെന്ന് പറയണം. അതിന് ഈ തെളിവുകൾക്ക് മറുപടി വേണം. അത് ഈ കേസിൽ മാത്രമല്ല. ഇപ്പോൾ കരിമണൽ കർത്ത പോലെ നാടിന്റെ പരിസ്ഥിതി മുടിപ്പിക്കുന്ന എന്ന ആരോപണമുള്ള ഒരു കമ്പനിയിൽ നിന്നും അന്നത്തെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ 1.72 കോടി പ്ലസ് 50 ലക്ഷം രൂപ വായ്പ എന്തിനു വാങ്ങി, എന്ത് സേവനം കൊടുത്തു എന്ന മറുപടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ വേട്ട എന്നുള്ള ആരോപണത്തിൽ കൂടുതൽ പിന്തുണ കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ പറയുന്ന രീതിയിൽ അവിടുത്തെ CPM നേതൃത്വം ആ സമയത്ത് എന്തുകൊണ്ട് മൗനിബാബുകളെ പോലെ ഉണ്ടാതിരുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കും. അത് കൃത്യമായിട്ട് പറയാതെ രാഷ്ട്രീയ വേട്ട എന്ന് മാത്രം പറഞ്ഞാൽ പൊതുജനം കൂടെ നിൽക്കില്ല, CPM കൂടെ നിൽക്കും, അത്രേ ഉള്ളൂ. ഈ മാസപ്പടി കേസാവട്ടെ, ഈ കേസാവട്ടെ, ഏത് കേസിലാണെങ്കിലും അതിന്റെ മെറിറ്റിൽ അത് അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിന് അവർക്ക് പറയാനുള്ള മറുപടി അവർ പറയട്ടെ. ഞാൻ പറഞ്ഞത് അതല്ല, ED പോലുള്ള കേന്ദ്ര ഏജൻസികൾ സെലക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിൽ തർക്കമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത് മുഴുവൻ രാഷ്ട്രീയ വേട്ട മാത്രമാണ് എന്ന് പൊതുജനത്തോട് പറയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാതലായ ചോദ്യങ്ങളുടെ മറുപടി കൂടി വെച്ചിട്ട് വേണം ഇത്തരം മറുപടി ഉണ്ടായിട്ട് ഞങ്ങളെ വേട്ടയാടാൻ വരുന്നു, നമുക്ക് തെരുവിൽ തീപ്പന്തമാവണം എന്ന് പറഞ്ഞാൽ അതിനൊപ്പം നാട് നിൽക്കുന്നേ. പക്ഷെ അത് നാട് നിൽക്കാത്ത പ്രശ്നം എന്താണ്? ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്, അതിന് ഉത്തരവില്ല. അതാണ് പ്രശ്നം. തീർച്ചയായും ഈ ഒരു വിഷയം ഈ തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല, അല്ലെങ്കിൽ കരുവന്നൂർ മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ CPM വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി തീർന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPM മാത്രമല്ല, UDF ഭരിച്ച ഭരണസമിതിയിൽ ഒരുപക്ഷെ ഈ സഹകരണ ബാങ്കിൽ ഇത്തരം അഴിമതിയും ക്രമക്കേടും ഉണ്ടാകുന്നത്. സഹകരണ ബാങ്ക് ഈ സഹകരണ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ വേര് പിടിക്കുന്ന വലിയ പ്രതീക്ഷയോടെയാണ്. ഇടതുപക്ഷത്തിന് നല്ല കനത്ത സ്വാധീനമുള്ള കേന്ദ്രമാണത്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ അഴിമതി ഉണ്ടായാൽ പിന്നെ ഏത് ബാങ്കിങ് സംവിധാനത്തിലാണ് അഴിമതിരഹിതമായി പ്രവർത്തിക്കാൻ കഴിയുക എന്നൊരു അടിസ്ഥാനപരമായ ചോദ്യവും ഈ കരുവന്നൂർ കേസ് നമ്മുടെ മുന്നിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും കോടതി ഇങ്ങനെ അഭിപ്രായപ്പെട്ട സ്ഥിതിക്ക് വിചാരണ നടക്കട്ടെ, അതല്ലെങ്കിൽ അവർ അപ്പീൽ കൊടുക്കാൻ മറ്റുള്ള കോടതികളിൽ പോകട്ടെ. ഒരുപക്ഷെ ഇത് ഒരു മടപൊട്ടി വരുന്ന സമയത്ത് കൊട വെച്ച് തടുക്കാൻ പറ്റില്ല എന്ന് CPM-നെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ആലോചിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാര്യം ഇത് ആരെങ്കിലും പിഴവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ പിഴവിന് തെളിവുണ്ടെങ്കിൽ മറ്റെന്ത് ന്യായീകരണം അതിൽ പറഞ്ഞാലും അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ LDF സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ വിഷയമായിരുന്നു PM ശ്രീ. ഒരുപാട് അധിക്ഷേപങ്ങളൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേൾക്കുകയും ചെയ്തു. മുന്നണി മന്ത്രിസഭയും അറിയിക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ നീക്കം CPIയുടെ പ്രതിഷേധത്തിന് വരെ വഴിവെച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തി അന്ന് UDF രംഗത്ത് വന്നു. എന്നാൽ ഇപ്പോൾ UDF അധികാരത്തിലെത്തിയപ്പോൾ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്ന് വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന വിവരമുണ്ട്. പ്രതിപക്ഷത്തിൽ നിന്നപ്പോൾ എതിർത്ത പദ്ധതിയെ UDF ഏത് വിധത്തിൽ സമീപിക്കുമെന്നാണ് രാഷ്ട്രീയ ആകാംക്ഷ. മാത്രമല്ല കുറച്ച് പണം നഷ്ടമാകും എന്നതാണ് കാരണമായി പറയുന്നത്. ഗോപികൃഷ്ണൻ, ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നമ്മൾ കണ്ടതാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതിനെ തുടർന്ന് അതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകാനുള്ള ഈ സമഗ്ര ശിക്ഷാ കേരളം SSK ആ പദ്ധതിയുടെ കോടിക്കണക്കിന് രൂപ തടഞ്ഞുവെച്ച അതിൻ്റെ ഫണ്ട് തടഞ്ഞുവെച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒന്നായി കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാട്. അതിനെ തുടർന്നാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം, നമ്മൾ പറയുന്ന NEP 2020, അതനുസരിച്ച് അത് വികസിപ്പിച്ചെടുക്കുന്ന മാതൃകാ സ്കൂളുകൾ, അതാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. വളരെ ശക്തമായി ഈ പദ്ധതിയെ തുടക്കം മുതൽ തന്നെ കേരളം എതിർത്തിരുന്നു. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ SSK ഫണ്ടൊക്കെ തടഞ്ഞു വെക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഈ പദ്ധതിയുമായി ചേർന്ന് പോകാൻ ഒരു ഡിസിഷൻ CPM-ന് എടുക്കേണ്ടി വന്നത്. അത് ഇടതു മുന്നണിയിൽ ആലോചിച്ചില്ല, അങ്ങനെ ഒരു കൂടിയാലോചന ഉണ്ടായില്ല എന്നതിൻ്റെ പേരിലൊക്കെ CPM വലിയ പഴി കേൾക്കുന്ന ഘട്ടമുണ്ടായി. CPI ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ച നിലപാടുണ്ട് എന്നൊക്കെ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്തു. ഏതായാലും സാമ്പത്തിക പ്രതിസന്ധി വലിയ രൂക്ഷമായ സാഹചര്യത്തിലാണ് ഫണ്ട് തടഞ്ഞു വെച്ചത്. ആ തടസ്സം മാറ്റാൻ വേണ്ടി കേന്ദ്രവുമായി ഒരു ധാരണാപത്രത്തിൽ, ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവെക്കാൻ സംസ്ഥാന സർക്കാർ അന്ന് തീരുമാനിച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചൊരു സംഭവമായിരുന്നു. അന്ന് UDF അതിനിശ്ചിതമായി ഈ കാര്യങ്ങളിൽ എന്താണ്
എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം? BJP-യുമായി ഒത്തുപോകാനും കേന്ദ്രത്തോട് സമരസപ്പെട്ട് നിൽക്കാനും ഒക്കെ ഈ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിരിക്കുന്നു എന്ന വലിയ രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF സർക്കാർ ഈ കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളുമായി ചേർന്ന് പോകുമോ, അതല്ല ഇതിനോടുള്ള എതിർപ്പ് ശക്തമായി ഉന്നയിച്ചുകൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടിയിരുന്നത്. കാരണം ഈ നയം വിദ്യാഭ്യാസ മേഖലയെ ഒരു സാഫ്രണൈസ് ചെയ്യും, അതിനെ കാവ്യവൽക്കരിക്കും, അതുമാത്രമല്ല സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നതായിരുന്നു വലിയ ആരോപണം. പക്ഷേ ഇന്നിപ്പോൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് കുറേ മാനദണ്ഡങ്ങളൊക്കെ നമുക്ക് മാറ്റാം, PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ അല്ലെങ്കിൽ ഈ പദ്ധതി തുടർന്ന് പോയാൽ മാത്രമേ കേന്ദ്രത്തിൻ്റെ ഫണ്ട് നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഫണ്ട് തടഞ്ഞു വെക്കപ്പെടും, അതായത് SSK ഫണ്ട് തടഞ്ഞു വെക്കപ്പെടും, വീണ്ടും പ്രതിസന്ധി ഉണ്ടാകുമെന്നും. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, എല്ലാം പല മാനദണ്ഡങ്ങളും മാറ്റാം, അതായത് NCERT-യുടെ സിലബസ് പഠിപ്പിക്കണം എന്ന നിബന്ധന നമുക്ക് മാറ്റിവെക്കാം, അങ്ങനെ ഇല്ല SCERT-യുടെ സിലബസ് പഠിപ്പിച്ചാൽ മതി എന്ന് പറയുമ്പോഴും എല്ലാ സ്കൂളുകളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വെക്കണം, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഈ സ്കൂളുകളിൽ സ്ഥാപിക്കണം എന്ന നിബന്ധന ഒഴിവാക്കാൻ കഴിയില്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് നേരത്തെ സർക്കാർ ഇതെല്ലാം ഒപ്പുവെച്ച് പണവും വാങ്ങിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഈ നയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ? അങ്ങനെ ഇല്ലെങ്കിൽ അവർ എന്ത് ന്യായം പറഞ്ഞായിരിക്കും PM ശ്രീ ഇനി തുടർന്നു കൊണ്ടുപോവുക എന്നതൊരു വലിയ പറഞ്ഞ പോലെ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ആ പ്രതികരണം ഒന്ന് കാണാം. നേരത്തെ തന്നെ ഇതിന്റെ കുറച്ച് പൈസ വാങ്ങിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമ്പോ കഴിഞ്ഞ ഗവൺമെൻറ് PM ശ്രീ കേന്ദ്ര ഗവൺമെൻറ്റുമായി MOU ഒപ്പിട്ടിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒപ്പിട്ട സാഹചര്യത്തിൽ ഒപ്പിട്ടു, അതിനനുസൃതമായി ചില ഫണ്ടുകൾ റിലീസ് ചെയ്തു. പിന്നെ ഇവിടെ ഉണ്ടായ ചില രാഷ്ട്രീയ വിവാദങ്ങളെ തുടർന്ന് അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ കാരണമൊക്കെ അവരത് തൽക്കാലം നിർത്തിവെക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതിൻ്റെ വിവിധ വശങ്ങളാണ് റിപ്പോർട്ടിൽ പറയാം. അത് തുടർന്നാലുള്ളത്, തുടരാൻ പറ്റുമോ, ഇത്തരം കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയാം. റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. റിപ്പോർട്ട് ചോദിച്ചിരുന്നു എന്നുള്ള കാര്യം ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഇനിയൊരു ചർച്ചയ്ക്ക് ശേഷമാണ് അതിലുള്ള തുടർ നടപടികളെക്കുറിച്ച് പറയാൻ സാധിക്കുക. ഓക്കെ, ആഷ്മി താജ് ഇബ്രാഹിം. ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് വന്ന് അത് പറഞ്ഞിങ്ങനെയാണ്. 3rd പാരഗ്രാഫ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്രത്തിന്റെ നീക്കത്തിന് പിണിയാളുകളായി UDF സർക്കാർ മാറുകയാണ്. വെറും 1 വർഷം മാത്രം കാലാവധിയുള്ള നാമമാത്രമായ തുക നൽകുന്ന ഈ പദ്ധതിക്കായി സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ അവകാശങ്ങളെ പണയം വെക്കണോ? 2022 മുതൽ 27 വരെയാണ് പദ്ധതി കേന്ദ്ര സർക്കാർ തന്നെ വിഭാവനം ചെയ്യുന്നത്. കേരളത്തിൽ വെറും 225 സ്കൂളുകൾ. ദേശീയ വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന UDF സർക്കാരിന്റെ ഈ നിലപാട് അങ്ങേയറ്റ പ്രതിഷേധാർഹമാണ് എന്നൊക്കെ P. ശിവൻകുട്ടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്ര അപകടകരമാണെങ്കിൽ എന്തുകൊണ്ടാണ് പണം വാങ്ങിച്ചു എന്നുള്ള മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് അതിനു മുമ്പ് SK വേണമെന്നുണ്ടെങ്കിൽ ഇത്ര അപകടം പിടിച്ച പരിപാടിയാണെങ്കിൽ എന്തിനാണ് സാർ അങ്ങയും അങ്ങയുടെ സർക്കാരും ഇതിൽ പോയി ഒപ്പിട്ടത് വേണമെങ്കിൽ ചോദിക്കാം. അത് ചോദിക്കുന്നില്ല. അതിന് കാരണം P. ശിവൻകുട്ടി വളരെ ഹൃദയബന്ധമുള്ള അന്നു മുതൽ അറിയാവുന്ന രാഷ്ട്രീയക്കാരായിട്ട് മാത്രമല്ല, ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് പ്രതിപക്ഷത്തോടല്ല, അത് സർക്കാരിനോട് തന്നെയാണ്, ഒരു തർക്കമാക്കരുത്തില്ല. SK ഇവിടെ ഈ PM ശ്രീ പദ്ധതിയും നേരത്തെ ഗോപിച്ചേട്ടൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ N. ഷംസുദ്ദീൻ പറയുന്ന പോലെ ഏതെങ്കിലും സാങ്കേതിക കാരണം പറഞ്ഞിട്ടല്ല അന്ന് UDF എതിർത്തത്. അന്ന് UDF പക്കാ രാഷ്ട്രീയം പറയുകയായിരുന്നു. എന്തായിരുന്നു രാഷ്ട്രീയം? ഇത് സംഘപരിവാറിന്റെ പ്ലാനാണ്, സംഘപരിവാറിനെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള പ്ലാനാണ് NEP PM ശ്രീ. അതിനടിപ്പെടുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ പണം കിട്ടോ ഇല്ലയോ ഒന്നൊന്നുമല്ല പറഞ്ഞത്. അങ്ങേയറ്റം രാഷ്ട്രീയം മാത്രം പറഞ്ഞത് ടീം UDF പറഞ്ഞു, VD സതീശൻ പറഞ്ഞു, ലീഗ് പറഞ്ഞു, MSF PK നവാസ് അവിടെ സെക്രട്ടറിന് മുന്നിൽ പ്രതിഷേധിച്ചു. അടികൊണ്ട് വെള്ളം ഈ പറഞ്ഞ വാട്ടർ ജലപീരങ്കി കൊണ്ട് വെള്ളം അടിയേറ്റവരാണ് ഈ സർക്കാർ അധികാരത്തിലേക്ക് എത്തിയതിനു ശേഷം 5-6 SIT ഉണ്ടായി, 4-5 SIT ഇതിനോടകം ഉണ്ടായി. ഈ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. കേരളയിൽ പദ്ധതി റദ്ദാക്കുമെന്ന പ്രഖ്യാപനം അവിടെ ഉണ്ടായി. ഈ പറയുന്ന കാഫർ സ്കീഷുള്ള SIT ഉണ്ടായി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രക്ഷാപ്രവർത്തന SIT ഉണ്ടായി. SIT ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പോയ സർക്കാരിന്റെ കാലത്തെ തെറ്റായ നയങ്ങൾ ഞങ്ങൾ തിരുത്തുന്നു എന്ന സത്യം ഉണ്ടാവാനാണല്ലോ. ആ സത്യം എന്തുകൊണ്ടാണ് ഈ PM ശ്രീ കാര്യത്തിൽ ഉണ്ടാവാതെ പോകുന്നത്? PM ശ്രീ പദ്ധതിയിൽ ഞങ്ങൾ പിന്മാറുന്നു എന്ന് രാഷ്ട്രീയമായി പ്രഖ്യാപിക്കാൻ എന്താണെന്ന് ഇവർക്ക് പ്രയാസം? അങ്ങനെ പ്രഖ്യാപിച്ചൊരു ചുക്കും സംഭവിക്കില്ലെന്നേ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ പദ്ധതി ഒപ്പിട്ട പ്രകാരം കിട്ടുന്ന അങ്ങ് കൊട്ട ആന പണമൊന്നും കിട്ടുന്നില്ല. കിട്ടുന്ന തുച്ഛമായ പണമാണ്. ആ പണം വേണ്ടെന്ന് വെച്ചാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നുള്ള SSA നേരത്തെ ഗോപിച്ചേട്ടൻ പറഞ്ഞു, SSA ഫണ്ട് ഇതിന്റെ പേരിൽ തടഞ്ഞു വെക്കുക എന്നുള്ള നിയമവിരുദ്ധ പണിയാണ്. നിയമവിരുദ്ധ പണിയെ നേരിടേണ്ടത് നിയമപരമായി നേരിടണം. കോടതിയിലേക്ക് പോകണം. കോടതിയിലേക്ക് പോയി ആ ഫണ്ട് വാങ്ങിയെടുത്ത തമിഴ്നാടിന്റെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ നിയമ വഴിയെ പോവാതെ ഇന്നിപ്പോ N. ഷംസുദ്ദീൻ പറയുന്ന അക്ഷരാർത്ഥത്തിൽ അഴകുഴമ്പ് മറുപടിയാണ്.
അഴകുഴ മറുപടി അല്ല പറയേണ്ടത്. രാഷ്ട്രീയമായി ഈ പറഞ്ഞ PMC പദ്ധതിക്കെതിരെ നടത്തിയ സമരങ്ങളടക്കം നിങ്ങളെ 102 സീറ്റിലേക്ക് അധികാരത്തിലെത്താൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ PMC പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാണോ അല്ലേ എന്ന് നിങ്ങൾ നേർക്കുന്നതിന് മറുപടി പറയണം. അതല്ലാതെ ഞങ്ങൾ ഈ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടൽ തൽക്കാലമില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പറഞ്ഞ നയങ്ങളെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് ആർജവുമില്ല, ഞങ്ങൾക്ക് ധൈര്യമില്ല എന്നുള്ളതാണെങ്കിൽ അത് തുറന്നു പറയണം. അല്ലാതെ PK നവാസിനെയും സ്വന്തം പാർട്ടി പ്രവർത്തകരെയും ഇവിടെ UDF പ്രവർത്തകരെയും ഇളിഭ്യരാക്കുന്ന ഈ അഴകഴമ്പം വർത്താനത്തിന് മറുപടിയല്ല. ഓക്കെ ആഷു, ഞാൻ വരാം. ഇപ്പോൾ ഒരു സങ്കടകരമായ മറ്റൊരു അപകടത്തിന്റെ വാർത്ത വരുന്നു. എറണാകുളം പട്ടിമറ്റത്ത് ചിറയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കൊല്ലം മയ്യനാട് സ്വദേശി നബീലാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരം. ലിഡിയ ജാക്കബ് കൂടുതൽ വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. പറയൂ ലിഡിയ, എന്താ സംഭവിച്ചത്? SKN എറണാകുളം പട്ടിമറ്റത്താണ് കൂട്ടുകാരുമൊത്ത് ചെറിയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി, കോളേജ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചത്. കൊല്ലം മയ്യനാട് സ്വദേശി നബീലാണ് മരിച്ചത്. പഴന്തോട്ടം പുതുക്കുളം ചിറയിൽ ഇന്ന് വൈകിട്ട് ഏകദേശം ഒരു 5 മണിയോടെയാണ് അപകടമുണ്ടായത്. നബീൽ സുഹൃത്തുക്കൾക്ക് ഒപ്പമാണ് ഈ ചിറയിലേക്ക് എത്തിയത്. 3 സുഹൃത്തുക്കൾ കൂടിയുണ്ടായിരുന്നു. അവരോടൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു. എറണാകുളത്തെ ബന്ധുവീട്ടിലെത്തിയ ശേഷം ഈ കുളിക്കാനായി സുഹൃത്തുക്കൾക്കൊപ്പം ചിറയിൽ ഇറങ്ങുകയും അതിനെ തുടർന്ന് ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സുഹൃത്തുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തുടർന്ന് ഫയർഫോഴ്സ് എത്തി നബീലിനെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. SKN. ഓക്കെ, ലിഡിയാണ് വിവരങ്ങൾ നൽകിയത്. പട്ടിമറ്റത്ത് ഒഴുക്കിൽപ്പെട്ട ഒരു കുട്ടി മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ലഭിക്കുന്ന വിവരം. എന്നാലും സങ്കടകരമായ വാർത്ത. എന്തായാലും പുഴയിലൊക്കെ ഈ മഴക്കാലത്ത് ഇറങ്ങാതിരിക്കാൻ ചിറയിലാണ് ഈ കുട്ടി ഇറങ്ങിയത്. എന്നാലും ഈ മഴക്കാലത്ത് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ഒന്നുകൂടി നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. ഗോപികൃഷ്ണൻ, ശരിക്കും ഈ PM ശ്രീ പദ്ധതിയിൽ ഇത്രയും കടുത്ത രീതിയിൽ എതിർത്ത UDF ഇപ്പോൾ ഭരണം കിട്ടിയത് കൊണ്ടും SSK ഫണ്ട് കേന്ദ്ര സർക്കാരിന് ലഭിക്കുമെന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇതിനെ പിന്താങ്ങുക എന്ന് പറഞ്ഞാൽ അവർ ഉന്നയിച്ച ചില നിലപാടുകളിൽ നിന്നുള്ള പിന്നോക്കം പോകുന്ന പരിപാടിയാണ്. അത് നേരത്തെ SKN ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് UDF അന്ന് ഈ തീരുമാനത്തെ എതിർത്തിരുന്നത്. കാരണം ഇത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്നത്, യഥാർത്ഥത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു നിലപാടാണ്. ഇതൊരു നിബന്ധന, അതായത് SSKക്ക് നിങ്ങൾക്ക് ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയിൽ ഒപ്പുവെക്കണം എന്നൊരു നിബന്ധന വെക്കുന്നത് തന്നെ അത് അടിസ്ഥാനപരമായ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോടതി പോയി ഫൈറ്റ് ചെയ്ത് ഈ കാര്യങ്ങൾ നമ്മുടെ റൈറ്റ്സ് നേടിയെടുക്കാൻ കഴിയുമായിരുന്ന ഒരു സംഭവമാണ്. ഏതായാലും സംസ്ഥാന സർക്കാർ അതിൻ്റെ ഭാഗമായി ഒരു ഒത്തുതീർപ്പ് എന്നതുപോലെ ആ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. പക്ഷേ ഇപ്പോൾ അന്ന് ഇതിനെ രാഷ്ട്രീയമായി എതിർത്തിരുന്ന, അന്ന് ഇതിനെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്തിരുന്ന, അന്ന് CPM-നെയും ഇടതുമുന്നണിയെയും പ്രതിരോധത്തിലാക്കിയിരുന്ന UDF ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് N. ശംസുദ്ദീൻ്റെ വാക്കിൽ നിന്ന് പറയുന്നത് അവരെ ഒപ്പിട്ട് പോയില്ലേ, ഇനി ധാരണാപത്രത്തിൽ നിന്ന് ഏകപക്ഷീയമായി നമുക്ക് പിന്മാറാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കട്ടെ എന്നാണ്. അതായത് ഇപ്പോൾ സാങ്കേതികത്വമാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ഒപ്പിട്ട് പോയി പണവും വാങ്ങി നമ്മൾ മേശയിൽ വെച്ച് കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പരിശോധിക്കട്ടെ എന്നാണ്. പക്ഷേ ഈ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. അപ്പോൾ ഇതിനെതിരെ നിലപാടെടുത്ത് CPI-ക്കാർ പറ്റിക്കപ്പെട്ടു. അതെ, CPI-ക്കാരുടെ കാര്യത്തിൽ CPI നേരത്തെ തന്നെ പറയുന്നുണ്ട് ഇതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഈ കാര്യങ്ങളോട് ഞങ്ങൾക്ക്. അല്ല ഗോപി, അതായത് നിർത്തിവെച്ചു എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ പറയുന്നത് കേട്ടിട്ടാണല്ലോ CPI അവരുടെ പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ച് അവർ നല്ല കുട്ടികളായിട്ട് പോയത്. മരവിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ പിൻവാങ്ങുന്നു എന്ന ഒരു കത്തങ്ങോട്ടേക്ക് പോയില്ല, സത്യമാണ്. അത് മരവിപ്പിച്ചു. ഇത്രയും മാസങ്ങൾ അത് കഴിഞ്ഞ് പോയി, ഞങ്ങൾ പിൻവാങ്ങുന്നു എന്നൊരു തോന്നി. അതുകൊണ്ടാണല്ലോ CPI-ക്ക് മനസ്സിലായത് ഇനി മുന്നോട്ട് പോകണ്ട. മരവിച്ചു. ഇപ്പൊ അവരെ പറ്റിച്ചല്ലേ? അതെ, പിന്നല്ലേ. SKN ഇതിലെ പ്രശ്നം എന്താണ്? ഇതിലെ പ്രശ്നം ഏതെങ്കിലും തരത്തിൽ നിയമപരമായ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റാണ്. അവിടെ കൊണ്ട് പണം നമ്മൾ ആ പണം മേടിച്ച് സ്കൂൾ കെട്ടിക്കണമെന്ന് ഒരു നിർബന്ധം എവിടെയില്ല. നമുക്കിതിൽ നിന്ന് പിന്മാറാൻ നിയമപരമായി യാതൊരു വിധമായ പ്രശ്നങ്ങളും ഇല്ല. പൈസ കിട്ടൽ മാത്രമേ ഉള്ളൂ. അല്ലല്ല, ഈ PMC പ്രകാരം NEP-യുടെ പൈലറ്റ് പ്രോജക്ട് എന്നാ പറയുന്നത്. PMC പ്രകാരം കിട്ടുന്നത് തുച്ഛമായ തുകയുള്ളൂ SKN. പിന്നെ യഥാർത്ഥ പ്രശ്നം എന്താണ്? SSA ഫണ്ടാണ്. SSK ഫണ്ടിന്റെ പ്രശ്നം എന്താണ്? SSK ഫണ്ട് തടഞ്ഞു കേന്ദ്രത്തിന് പറ്റില്ലെന്നേ. അത് സുപ്രീം കോടതിയിൽ പോയി തമിഴ്നാട് വാങ്ങിയെടുത്ത പണമാണ്. നമ്മൾ ആ വഴി പോകണം. സംസ്ഥാന സർക്കാരും പോവാമല്ലോ. അതാണ് പ്രശ്നം. ഞാൻ ആദ്യം പറയാൻ പോകുന്നത്, നമ്മൾ ഒരു വർഷം വിശ്രമിച്ചിട്ട് പിന്നെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ക്ഷീണം ഉണ്ടാവും. നമുക്കൊരു പിഴവ് പറ്റിയ ആളുകൾ പറയും കുഴപ്പമില്ല, കുറച്ചധികമായിട്ട് കളിച്ചിട്ടില്ല, അതിൻ്റെ പ്രശ്നമാണ്. അതുപോലെ ഒരു ഹണിമൂൺ പീരീഡ് UDF സർക്കാരിന് ലഭിക്കുന്നു എന്നുള്ള ആദ്യം പറയേണ്ടി വരും. എന്ത് സംഭവിച്ചാലും 10 വർഷം അവർ ഭരിക്കുകയല്ല, അതുകൊണ്ട് അവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. ആദ്യം N. ശംസുദ്ദീൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, V. ശിവൻകുട്ടി മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU സൈൻ ചെയ്തു. അതുകൊണ്ട് കുറച്ച് പൈസ ഇങ്ങോട്ട് വന്നു. ഇനി അങ്ങോട്ട് തുടരാനേ പറ്റുള്ളൂ എന്നാണ്
വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ആദ്യത്തെ പ്രശ്നം, നമ്മൾ അതിൽ കെപ്റ്റിൻ അബിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് താൽക്കാലികം മരവിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ MOU സൈൻ ചെയ്ത MOU അവിടെ കിടപ്പുണ്ട്. അതിന്റെ പേരിൽ പണം ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് CPM ആദ്യം വിശദീകരിക്കണം. അതായത് നമ്മൾ ഒപ്പിട്ടതിന്റെ പുറത്ത്, അതായത് CPIയെ പറ്റിച്ച് വളരെ രഹസ്യമായി CPM സർക്കാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനത്തിന്റെ പുറത്ത് പോയി ഒപ്പിട്ടതിന്റെ പുറത്ത് നമുക്ക് ഫണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ CPM വ്യക്തത വരുത്തണം. 2, തുടരുന്ന കാര്യങ്ങൾ, സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് മുൻ സർക്കാർ ചെയ്ത കാര്യങ്ങൾ അതേപടി തുടരാനാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയ സർക്കാരിൻ്റെ ആവശ്യമില്ല. ഇവിടെ എക്സിക്യൂട്ടീവ് ഉണ്ടായാൽ മതി, സെക്രട്ടറിമാരുണ്ടായാൽ മതി, ഉദ്യോഗസ്ഥരുണ്ടായാൽ മതി. കാരണം പണം കിട്ടുന്ന കാര്യമൊക്കെ അവരൊപ്പിട്ട് വൗച്ചറിട്ട് കാര്യങ്ങൾ നീക്കുവാണെങ്കിൽ ഇവിടെ സർക്കാരിൻ്റെ ആവശ്യമില്ല. നയം രൂപീകരിക്കാനാണ് സർക്കാരിന്റെ പ്രഥമമായ പരിഗണന. ഒരുപാട് പണം കേന്ദ്രത്തിൽ എത്തിച്ച് ഇവിടെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ല. അത് സ്വാഭാവികമായി ചെയ്യണം. മനുഷ്യരാശി അങ്ങനെ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കെട്ടിടങ്ങൾ വരും, പാലങ്ങൾ വരും. അഥവാ ആ സർക്കാരിൻ്റെ സാധാരണമായ ദൗത്യം മാത്രമാണ്. ഒരു സർക്കാരിൻ്റെ വളരെ എക്സെപ്ഷണലായ ഒരു കാര്യം, വളരെ ഭയങ്കരമായ ഒരു ചെയ്യേണ്ട കാര്യം നയമാണ്. നയത്തിൽ നിന്ന് അണുവിട പിറകോട്ട് പോകാതെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ ഇന്ന് ശംസുദ്ദീൻ പറഞ്ഞ മറുപടി അങ്ങേയറ്റം ദുർബലമാണ്. അവിടെ MOU ഇട്ടതുകൊണ്ട് പൈസ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ UDF അണികൾ പോലും വിശ്വസിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇവിടെ വേണമെങ്കിൽ ഹീറോയ്ക്കായി സ്റ്റെപ്പ് എടുക്കാം. അങ്ങനെ പണം വന്നിട്ടുണ്ട്, ഞങ്ങൾക്കത് വേണ്ട, തിരിച്ചു കൊടുക്കാം. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ നയത്തിന്റെ പുറത്ത് വിദ്യാഭ്യാസ വകുപ്പിനെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെയുള്ള ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി PM ശ്രീയുമായി മുന്നോട്ട് പോകില്ല എന്ന് ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഘോഷിക്കപ്പെടും. UDF പ്രവർത്തകർക്ക് പോലും അത് കൊടുക്കുന്ന മൈലേജ് ചെറുതായിരിക്കില്ല. 2, ഈ പറഞ്ഞതുപോലെ പുതിയ സർക്കാർ വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞാണ്. മഞ്ഞക്കുറ്റി ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് ചെലവുള്ള കാര്യമാണ്. നമ്മൾ ഈ സിൽവർ ലൈനുമായി മുന്നോട്ട് പോയാൽ പ്രതിഷേധം കാണേണ്ടി വരും. ഈ പറഞ്ഞതുപോലെ സിൽവർ ലൈനിന് പണം കണ്ടെത്തേണ്ടി വരും. ഇവിടെ പ്രശ്നം എന്താണ്? അങ്ങോട്ട് ചെലവുള്ള കാര്യമല്ല, പണം ഇങ്ങോട്ട് വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒപ്പിട്ടാൽ വലിയ പ്രശ്നമില്ല എന്ന് പറയുന്നത് കൃത്യമായി വിദ്യാഭ്യാസ മേഖലയിൽ ഈ സർക്കാരിന് ഒരു നിലപാടില്ല, നയമില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാകുന്നു. 2, ആ ഘട്ടത്തിലാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ വീടുകൾ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വീടുകൾക്ക് പുറത്ത് കൊടുക്കേണ്ടി വരും. ആ ഫണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെ ഒരു, അതായത് സാധാരണക്കാരന് കൊടുക്കുന്ന വീടിന് അങ്ങനെ ഒരു ഐഡന്റിറ്റി, ആരുടെയും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വേണ്ട, അത് അവന്റെ വീടാണെന്ന് അവൻ ഉറപ്പിക്കുന്ന രീതിയിൽ ഒരു മാനസിക പ്രതീതി കൊടുക്കണമെന്ന മട്ടിൽ ആ ഫണ്ട് വാങ്ങാതെ ലൈഫിൽ വീടുകൾ കൊടുത്ത് ഇടത് സർക്കാർ ഇവിടെ നിൽക്കുമ്പോഴാണ് 800 കോടി രൂപ ലഭിക്കുമെന്ന മട്ടിൽ ഒരു ഒപ്പിടാൻ പോകുന്നത്. ആ ഒപ്പിടുന്നതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. പിന്നെ ആശ്മിക്ക് നേരത്തെ അതുമായി മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് വലുതാണ്. പിന്നെ ഇതൊരു വലിയ സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഏത് പദ്ധതി, അതായത് 60-40 കോൺട്രിബ്യൂഷൻ, 60% പൈസ മാത്രമേ കേന്ദ്ര സർക്കാർ വരുള്ളൂ, 40% നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഒരു കെട്ടിടം ഉണ്ടാക്കലോ അല്ലെങ്കിൽ ഒരു മൂത്രപ്പുര കെട്ടലോ മാത്രമല്ല PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന കോൺസിക്വൻസ്. അതിനപ്പുറത്തേക്ക് PMCയുടെ പ്രോസ്പെക്ട് കൃത്യമായി പറയുന്നുണ്ട്. വിഷൻ ആൻഡ് മിഷൻ ടു ഇംപ്ലിമെന്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, നമ്മൾ ഇത്രയും കാലം പഠിച്ചു വെച്ച നമ്മളുടെ ഒരുപാട് മൂല്യങ്ങൾ അപ്രസക്തമാക്കുന്ന രീതിയിൽ ആരാണോ ഭരിക്കുന്ന ആ ഭരണകൂടത്തിന് അനുസൃതമായി അവരുടെ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ആ നയങ്ങൾ ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തടക്കം കൊണ്ടുവരാൻ സാധ്യതയുണ്ടാകും. ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയുമെങ്കിൽ അത് കൃത്യമായി വിശദീകരിക്കണം. NEP-യിൽ നമുക്ക് തോന്നുന്ന പോലെ, ഈ പറഞ്ഞതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് പകരം സംസ്ഥാനത്തിന് കരിക്കത്തിൽ ഇടപെടാൻ അതിനിടയിൽ ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ ഓൾറെഡി തന്നെ സർവകലാശാലത്തിൽ പലയിടങ്ങളിലും ഒരു സാധനം എല്ലായിടത്തും വിഴുങ്ങുന്ന ഘട്ടത്തിൽ അത് ഇവിടെയും കൂടി വരാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഈ സർക്കാരിന് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും എന്ത് സംഭവിച്ചാലും കഴിഞ്ഞ സർക്കാർ ഇട്ട ഒപ്പാണ്, കഴിഞ്ഞ സർക്കാർ പോയ പോക്കാണെന്ന് പറയുന്ന മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ ഇനിയെങ്കിലും സ്വന്തമായ നിലപാടും നയം ഈ സർക്കാരിന് ഉണ്ടാകട്ടെ. ഇവിടെ നിങ്ങൾക്ക് രാഷ്ട്രീയ നയം ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ NEP, ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞ് ഇപ്പോൾ EMS സെമിനാർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പം യൂട്യൂബ് കിടപ്പുണ്ട്. MSRI അടക്കം പ്രസംഗിച്ച് ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. മുൻ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് അദ്ദേഹം പറയുന്നത് ഇത് ഈ നാഷണൽ NEP എന്ന് പറഞ്ഞാൽ വിചാരധാരയുടെ മാനിഫെസ്റ്റോ ആണെന്നാണ് പറയുന്നത്, വിചാരധാരയുടെ സിലബസ് ആണ് എന്നാണ് പറയുന്നത്. സ്വരാജ് പറയുന്നത് ഈ രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള നീക്കങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കാനുള്ള വലിയ നീക്കങ്ങളുടെ ഭാഗമാണെന്ന് പറയുന്നത്. ശരി, NEP ഈ പറഞ്ഞ സംഘം അജണ്ടയാണോ എന്ന് രണ്ടാമത്തെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് നിലപാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ CPM ആ നിലപാടുണ്ടായിരുന്നു. CPM ആ നിലപാടിൽ നിന്ന് പിന്മാറി ആരോരും അറിയാതെ ഒപ്പിട്ടപ്പോഴാണോ വിമർശന വിധേയമായതും CPIക്ക് എതിരെ നിൽക്കേണ്ടി വന്നതും അത് പരാജയത്തിൽ ഒരു കാരണമായി മാറിയതും. UDF അത് തന്നെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ദേശീയ വിദ്യാഭ്യാസ നയം PMC എന്ന് പറഞ്ഞാൽ സംഘപരിവാർ അജണ്ടയാണ് നിലപാടുണ്ടോ? ആ നിലപാട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ ആ പദ്ധതി വേണ്ട എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയിലടക്കം പോയി പോരാട്ടം നടത്താൻ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ എന്നാണ് പ്രശ്നം. അതല്ല ഞങ്ങളുടെ വഴി സമരമല്ല, സമരസത്തിന്റെ വഴിയാണേ എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് തുറന്നു പറഞ്ഞാൽ മതി.
ഒറ്റ കാര്യം കൂടി, അതില് ഈ പറഞ്ഞ പോലെ SSK ഫണ്ടിന് വേണ്ടി ഇത്തരത്തിൽ നയമില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകുന്നത് ഈ ഫെഡറൽ സ്ട്രക്ചറിന്റെ തന്നെ ഭീഷണിയാണ്. നാളെ എന്തെങ്കിലും ഒരു ഫണ്ട് തരണമെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ നീക്കണമെന്ന് പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തിച്ചാൽ ഇന്ത്യ ഈസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന നമ്മുടെ ഏറ്റവും വലിയ അഹങ്കാരം അതോടെ ഇല്ലാതാകും. കേന്ദ്രം എന്ത് പറയുന്നു, ഫണ്ടിന് വേണ്ടി അവർ എന്ത് പറയുന്നു, അതൊക്കെ കേൾക്കേണ്ട ഗതികളിലെ കാര്യങ്ങൾ എത്തും. അങ്ങനെ എത്താതിരിക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും ഒരു വിഷയത്തിലെങ്കിലും നിലപാട് പറയണം, നയം പറയണം. അതിന് ഈ സർക്കാരിനാകണം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. 24 ഗ്രാൻഡ് ഡിബേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ LDF സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ വിഷയമായിരുന്നു PM ശ്രീ. എന്നാൽ PM ശ്രീയുടെ MOU ഓൾറെഡി ഒപ്പിട്ട് കുറച്ച് പണവും വാങ്ങി എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അപ്പോൾ ഈ സർക്കാരും PM ശ്രീയുടെ വഴിക്ക് പോകുമോ എന്ന സംശയം ഉരുത്തിരിഞ്ഞ വേളയിൽ തന്നെ തമ്പി SKN പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമ്മൾ എതിർക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഭരണപക്ഷത്ത് വരുമ്പോൾ അതേപടി നടപ്പിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതി നമ്മൾ വേണ്ട എന്ന് പറയുന്നു, പക്ഷേ അത് വേറൊരു രൂപത്തിൽ അതിവേഗ റെയിൽവേ പാത എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഇപ്പോൾ മഞ്ഞക്കുറ്റി ഊരി എറിഞ്ഞെങ്കിലും ഇനി വേറെ കുറ്റി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ എന്തായാലും അങ്ങനെ ഈ പ്രതിപക്ഷത്തിരുന്ന് നമ്മൾ കണ്ണടച്ച് എതിർക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപടി ഭരണപക്ഷത്ത് എത്തുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാന്നുള്ളത് മുൻപും അത് അത്ര പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ SSK ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ വിവാദം ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ എതിർത്തത് CPI ആണ്, അല്ലാതെ കോൺഗ്രസ് അല്ല. ഇതിനകത്ത് ഏറ്റവും ആദ്യം നിലപാടെടുത്ത ഒരാൾ VD സതീശനായിരുന്നു. VD സതീശൻ പറഞ്ഞ കേന്ദ്ര ഫണ്ടല്ലേ, വെറുതെ കളയണ്ടല്ലോ എന്നായിരുന്നു അന്ന് VD സതീശൻ പറഞ്ഞത്. അന്ന് PM ശ്രീ കേന്ദ്ര ഫണ്ട് CPM BJP ഡീലിൻ്റെ ഭാഗമാണ് എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. KC വേണുഗോപാൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു VD സതീശനും KC വേണുഗോപാലും രണ്ട് തട്ടിൽ എന്ന് പറഞ്ഞ് നമ്മൾ വാർത്ത കൊടുത്തതാണ്. അങ്ങനെ ഒരു ആശയക്കുഴപ്പം UDF-നകത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ബോർഡിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണം എന്നൊരു നിബന്ധന, അന്ന് ഫണ്ട് വേണമെങ്കിൽ അങ്ങനെ വേണം എന്നൊരു നിബന്ധന വെച്ചിരുന്നു. അത് 2 വർഷത്തോളം നമ്മൾ ആ ഫണ്ട് വാങ്ങിയില്ല. പിന്നീട് എന്ത് ചെയ്തു, ആ ഫണ്ട് മേടിക്കേണ്ട ഒരു നിർബന്ധിത സാഹചര്യം കേരളത്തിനുണ്ടായി. ഫണ്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. കേരളത്തിൻ്റെ വിഭവ സ്രോതസ് എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്, അത് നമുക്കറിയാം. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഈ ഫണ്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ എന്താ നിബന്ധനയായി ഇത് വെക്കുമ്പോഴാണ് പ്രശ്നം. അല്ല, അവിടെയാണ് പ്രശ്നം. ഇവിടെ വി ശിവൻകുട്ടി പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ അല്പം മുൻപ് കണ്ടു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. അതിൽ പറയുന്നത് അനിവാര്യമാണ്, ഇത് നമുക്കിതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ഫണ്ട് നമുക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ നയങ്ങളെ ബാധിക്കുന്ന നിബന്ധനകളുണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അതിന് കഴിയും എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് തന്നെയാണ് നേരത്തെ ഒരു മിനിറ്റ് പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കേണ്ട. അല്ല, ചിത്രം അത് മറികടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫണ്ട് മേടിച്ചിട്ട് ഇതുവരെ ഏതെങ്കിലും വിദ്യാലയത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അല്ല, ഇപ്പൊ ഈ MOU ഒപ്പിട്ടതിന് ശേഷം ഈ ഫണ്ടിനെ കുറച്ച് വാങ്ങിയല്ലോ. ഇല്ല, അതിവിടെ അത് സ്കൂൾ കെട്ടിട്ടൊന്നുമില്ല. സ്കൂൾ കെട്ടണ്ട. ഞാൻ പറയട്ടെ ചേട്ടാ, ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിലുള്ള സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളാണ്. അതിനകത്ത് ഈ ഫണ്ട് വാങ്ങിയിട്ട് ആ നിബന്ധന വെച്ച് വെക്കാനുള്ള സ്കൂളുകളൊന്നും ഇവിടെ ഇല്ല. യഥാർത്ഥ പണികളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു. സ്ട്രക്ചർ മാത്രമല്ല, ഇത് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഈ വരുന്നത്, അല്ലാതെ ചെറിയ പൈസയല്ല. ഇപ്പൊ നമ്മൾ SSK ഫണ്ടിന്റെ കാര്യം പറഞ്ഞു. SSK ഫണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നവംബറിൽ നമുക്ക് കിട്ടിയത് 94 കോടി രൂപയാണ്. SSK ഫണ്ട് 109 കോടി അങ്ങോട്ട് ആവശ്യപ്പെട്ട് 94 കോടി കിട്ടി. അത് അത് ഞാൻ പറഞ്ഞ ഇത് അതുപോലത്തെ ഫണ്ടല്ല. ഇത് ഈ വിദ്യാഭ്യാസ മേഖലയെ ആകെ സമഗ്രമായിട്ട് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അവിടെ ഈ പറയുന്ന വർഗീയ അജണ്ട വരരുത് എന്നുള്ളതാണ്. അത് തന്നെയാണ് അന്ന് അതിനുശേഷം പിന്നീട് ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി. ഇത് ഇത്രയും വലിയ വിവാദമായതിന് പിന്നിൽ സത്യത്തിൽ ആരാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നുള്ള മത്സരമായിരുന്നു. അതായത് വെറും 1 വർഷം മാത്രം കാലാവധിയുള്ള നാമമാത്രമായ തുക നൽകുന്ന ഈ പദ്ധതിക്കായി സംസ്ഥാനത്തിന് വിദ്യാഭ്യാസാവകാശങ്ങളെ പണയം വെക്കണോ? 2022 മുതൽ 2027 വരെയാണ് പദ്ധതി കേന്ദ്ര സർക്കാർ തന്നെ വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ വെറും 265 സ്കൂളാണ്. അതുകൊണ്ട് ഈ വരുന്ന തുകയെ പറ്റിയുള്ള കണക്കെന്ന് പെരുപ്പിക്കുന്ന കണക്കൊക്കെയാണ് കേട്ടോ. അത് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ അങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതെ, അതാ സ്കൂളുകളെ കുറിച്ച് അതിനകത്തും പൊതുമേഖലയിലെ സ്കൂളുകൾ മാത്രം, പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല അല്ലാത്ത സ്കൂളുകൾ ഉണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPI എടുത്ത നിലപാടാണ്. ആരാണ് ഏറ്റവും വലിയ ഇടതുപക്ഷം? അതുകൊണ്ടാണ് ഇത് ഇത്ര വലിയ വിവാദമായത്. CPI എന്ന് വളരെ നിശ്ചിതമായി ഈ കാര്യത്തിൽ രംഗത്ത് വന്നു. മാത്രമല്ല ജനയുഗത്തിൽ നിരന്തരം ലേഖനങ്ങൾ എഴുതി അങ്ങനെ സഹികെട്ടിട്ടാണ് ഈ ഒരു ഇത് മരവിപ്പിക്കാം എന്നുള്ളൊരു തലയൂരാൻ പറ്റാത്ത അവസ്ഥ കൂടിയായി. പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് ഗാലറിയിൽ നിന്ന് കളി കാണുമ്പോൾ കുറ്റം പറയുന്നത് അത്ര സുഖമല്ല. മാത്രമല്ല ഇതിനകത്ത് ഒരു പ്രശ്നം UDF ഇങ്ങനെ നിലപാടെടുത്ത സ്ഥിതിക്ക് അവരുടെ നിലപാട് തറ പൊളിഞ്ഞു പോകും. അപ്പം അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എന്തായാലും PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. സാധാരണ ചില വിദ്യാലയങ്ങളിലൊക്കെ തന്നെ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെയും ഒക്കെ പടം വയ്ക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ ഒരു പടം കൃത്യമായി വച്ചിരിക്കണം എന്നൊരു നിബന്ധന വരുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നമായി കാണുന്നത്. നമുക്ക് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പോകേണ്ടത്, ഈ പശ്ചിമേഷ്യയിൽ സമാധാനം വരും എന്ന്
നമ്മൾ ആലോചിച്ചു തുടങ്ങിയിട്ട് കുറേ കാലമായി ഒന്നും സംഭവിക്കുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാൻ്റെ ആക്രമണം രൂക്ഷമായി എന്നുള്ളതായിരുന്നു ഇന്ന് വന്ന വാർത്തകൾ. ഇന്നലെ ഒമാനിലെ എണ്ണ കയറ്റുമതി കേന്ദ്രത്തിലേക്ക് ആയിരുന്നുവെങ്കിൽ ഇന്ന് കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഇറാൻ ആക്രമിച്ചു. അവിടെ ഡ്രോൺ ആക്രമണം ഉണ്ടായി, മിസൈൽ ആക്രമണം ഉണ്ടായി. ഇന്ന് കുറച്ച് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങൾ നേരിട്ടുവെന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. എന്തായാലും ആഷ്മി, എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ കൊല്ലപ്പായി മാറുന്നു. ഈ ഗൾഫ് നാടുകളിൽ ഒരു സമാധാനം വന്നാലേ നമ്മുടെ നാട്ടിൽ സമാധാനമായി കിടന്ന് ഉറങ്ങാൻ പറ്റൂ. SKN സമാധാനം അകലെയാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ സമാധാന കരാർ എന്തോ ചർച്ച നടക്കുന്നത് വെടിനിർത്തലാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും മുട്ടിന് അവിടെ പൊട്ടുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാകുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഹോർമോസ് കടലെടുക്കിനടുത്തും കിഷാം ദ്വീപിനടുത്തൊക്കെ അമേരിക്ക പൊട്ടിക്കുന്നുണ്ട്. തിരിച്ച് കുവൈറ്റിലേക്കൊക്കെ ഈ കാര്യങ്ങൾ വരുന്നുണ്ട്. ഏതാണ്ട് തരത്തിൽ ഒരു അൺഒഫീഷ്യൽ യുദ്ധത്തിൽ തന്നെയാണ് ആ മേഖല ഇപ്പോഴും ഉള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രശ്നം എന്താണ്? ഇപ്പോൾ പ്രശ്നം ലെബനനിൽ കയറി ഇസ്രായേൽ വലിയ തോതിൽ ആക്രമണം നടത്തുകയാണ്. ആ ആക്രമണം നിർത്താതെ ഞങ്ങൾക്ക് സമാധാന കരാർ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് ഇറാൻ വളരെ കൃത്യമായി തന്നെ അറിയിക്കുന്നുണ്ട്. ഇടയ്ക്ക് ആക്സിയോം എന്ന് പറയുന്ന ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഈ ട്രംപ് നെതന്യാഹുവിനെ വിളിച്ച് ഊടുപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള മഹാമോശം ഭാഷയിൽ എന്ന് പറഞ്ഞാൽ പക്ക വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചുള്ള തെരുവാക്കുകൾ വിളിച്ചു എന്നുള്ളതാണ് ആ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വൈറ്റ് ഹൗസിൽ നിന്ന് ചോർത്തി കൊടുത്താണെന്നും ആ പത്രം നമുക്കറിയില്ല. എന്തായാലും ട്രംപ് പോയി പെട്ടിരിക്കുന്നത് എന്താണ്? ട്രംപ് പെട്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുത്താൻ കഴിയാത്ത ഇറാൻ എന്ന് പറയുന്ന ഒരു ശക്തി, ഏതെങ്കിലും തരത്തിൽ പറഞ്ഞാൽ ഒട്ടുമേ കേൾക്കാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ, ഈ രണ്ടിനിടയിൽപ്പെട്ട് അക്ഷരാർത്ഥത്തിൽ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ട്രംപിനെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ ലെബനൻ എന്ന് പറയുന്ന ഫ്ലാഷ് പോയിന്റ് ഇറാൻ അവിടെ നിർത്തുന്നു. അതിനോട് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ അനുകൂലിക്കുന്നില്ല. അതിനെ അതിജീവിക്കാൻ ട്രംപിന് കഴിയുന്നില്ല. ഡെസ്പറേറ്റായി നമ്മൾ ഏത് സമയത്താണോ നമ്മൾ യുദ്ധം തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ യുദ്ധം തുടങ്ങി ഒരാഴ്ച കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതിയെടുത്തുവെന്നും ഇത് പിടിവിട്ടുപോയി അമേരിക്കയ്ക്ക് മാരകമായ നാശങ്ങൾ ഉണ്ടായ സമയത്ത് ഏതു രീതിയിലാണോ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നത്, അതുപോലെ തന്നെ ഇപ്പോഴും ഡെസ്പറേറ്റായി ഒരു വെടിനിർത്തൽ കരാറിന് പരിശ്രമിക്കുന്നു ഇറാൻ. ആ സമയം ഇത്രയധികം അതിക്രമങ്ങൾക്കിടയിലും രാഷ്ട്രീയമായി മിലിറ്ററിയായി കൂടുതൽ ശക്തമായ ഇറാനെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ആ വെടിനിർത്തൽ കരാർ സമാധാനം സംഭവിക്കുന്നില്ലെങ്കിൽ അത് ഗൾഫ് രാഷ്ട്രങ്ങളെ വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നതിനർത്ഥം ഇപ്പോൾ തന്നെ നമ്മുടെ അടുക്കളയിൽ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ നേർക്കുനേർ ആ യുദ്ധത്തിന്റെ ദുരന്തഫലം അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവാതിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഇറാൻ അമേരിക്ക അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്ന് ബഹ്റൈൻ്റെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പാണ്. അത് ഇറാന് വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നു. ഞങ്ങളുടെ ക്ഷമ, ഇത്രയും നാളുകൾ ഞങ്ങൾ വെച്ചു പുലർത്തിയ ക്ഷമയെ ഒരു ബലഹീനതയായി ഇറാൻ കാണരുത് എന്ന മുന്നറിയിപ്പ് ബഹ്റൈൻ നൽകിയിരിക്കുന്നു. ബഹ്റൈനും കുവൈത്തിനും നേരെ ഇതാദ്യമായി ഇറാന്റെ 7 ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ന് വന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് തകർത്തെങ്കിലും അത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന അതിന് നേരെയുള്ള ആക്രമണമായി ഇതാദ്യമായി ഗൾഫ് രാജ്യങ്ങൾ കാണുകയാണ്. അതിനുള്ള കാരണം ഇതുവരെ ഇറാന്റെ ആക്രമണങ്ങൾക്കുണ്ടായിരുന്ന ഒരു സാധൂകരണം, ഞങ്ങൾ ഈ രാജ്യങ്ങളെയല്ല ആക്രമിക്കുന്നത്, മറിച്ച് ഈ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആയിരുന്നു എന്നാണ് ഇറാൻ ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതാദ്യമായി കുവൈത്തിൽ കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിലെ ടെർമിനൽ 1 നേരെ ആക്രമണമുണ്ടായി. ഇന്നിപ്പോൾ ബഹ്റൈനിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കുവൈത്തും ബഹ്റൈനും അടക്കമുള്ള ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് നേരെ ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകൾ ആ രാജ്യങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള അതിക്രമമായി ആക്രമണമായി അവർ കണ്ടു തുടങ്ങിയിരിക്കുന്നു. സ്വാഭാവികമായും പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയും കൂടുതൽ അസ്വസ്ഥമാക്കുന്ന തരത്തിലേക്ക് ഇറാന്റെ പ്രത്യാക്രമണത്തിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു. ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്ന നിലയിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്നില്ല എന്ന് തന്നെയാണ് പശ്ചിമേഷ്യയിൽ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ കാണിക്കുന്നത്. മാത്രമല്ല ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഞങ്ങൾക്ക് വേണ്ടി തടഞ്ഞു വെച്ചിരിക്കുന്ന ഏതാണ്ട് $2,400 കോടി ധനസഹായം, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നു. അതിൽ പരിഹാരം ഉണ്ടാക്കാതെ സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകില്ല. ആ പ്രശ്നത്തിലുടക്കിയാണ് ഇപ്പോൾ ചർച്ചകൾ മുടങ്ങിക്കിടക്കുന്നത് എന്ന സൂചന കൂടി രാജ്യാന്തര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറാന്റെ ഭാഗത്തും അമേരിക്കയുടെ ഭാഗത്തും ഒരുപോലെ വിട്ടുവീഴ്ച ഉണ്ടായാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കൂ. അതില്ലെങ്കിൽ കൂടുതൽ സങ്കീർണമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നാണ്. താങ്ക് യു ഗോപികൃഷ്ണൻ. എന്തായാലും പശ്ചിമേഷ്യയിൽ ഇന്നല്ലെങ്കിൽ നാളെ സമാധാനം വരും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. 24 ഗ്രാൻഡ് ഡിബേറ്റ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി നാളെ രാത്രി 7 മണിക്ക് ഇനി 24 റൗണ്ടപ്പിന്റെ ഊഴം അമൃത പഠിക്കാൽ തത്സമയം ചേരുന്നു. ഓവർ ടു അമൃത. ഗുഡ് ബൈ.